ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. അത് കർത്താവിനോട് നിങ്ങളെ അടുക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ. ഓക്കെ, ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഹോദരിയാണ് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൻ്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ആത്മീകമായ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അതിന് നിങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സിസ്റ്ററിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അനേകർക്ക് വിടുതലായി തീരുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന അങ്ങയുടെ മഹാസാന്നിധ്യം ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. പ്രിയ സഹോദരി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും അങ്ങയെ കണ്ടുമുട്ടിയ വിധങ്ങളും ഒക്കെ സംസാരിക്കാനുള്ള എല്ലാ ദൈവകൃപയും നിന്റെ ദാസിയുടെ മേൽ പരിശുദ്ധ കർത്താവോടുന്ന പകർന്നു കൊടുക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, കേൾക്കുന്നവർക്ക് അത് വലിയ വിടുതലായി മാറുവാന്, കർത്താവിന്റെ നാമം ഇതിലൂടെ മഹിമപ്പെടുവാൻ കർത്താവ് ഇടയാക്കിയാട്ട് സമ്പൂർണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, ഞങ്ങളോടൊപ്പം ഇപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, പേരും വീടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി ഒന്ന് പറഞ്ഞാട്ട്. എൻ്റെ പേര് ബീന. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് തിരുവല്ലയിൽ നിന്നാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കുടുംബമായിട്ട് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചിൽ ദൈവത്തെ ആരാധിക്കുന്നു. ഓക്കെ, ഓക്കെ ബീന, കർത്താവ് സഹായിക്കട്ടെ. ബീനയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഞാൻ ബീനായുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ബീനയുടെ പപ്പായെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. രാജപ്പൻ ഉപദേശി എന്ന് പറയുന്നത്. ഓക്കെ, ആ പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ മകളാണ്. അത് കേൾവിക്കാർക്കൊരു വലിയ അനുഗ്രഹമാണ് ആ സാക്ഷ്യം. ഓക്കെ, അതിനായി പ്രിയ ബീനായി ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഉള്ള സമയം ഞാൻ ബീനായ്ക്ക് നൽകി തരികയാണ്. കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമത്തിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിയ വേളയില് കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ഈ ജോയ്സ് ടി വി ചാനലിലേക്ക് കടന്നു വന്ന് കർത്താവിന് സാക്ഷിയായി നിൽപ്പാൻ ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന വിലയേറിയ ഭാഗ്യ പദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുഖാന്തരമായി തീർന്ന ആൻറ്റിയോട് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ പേര് കർത്താവിൻ്റെ ദാസി എപ്പം മുമ്പ് പറഞ്ഞല്ലോ, രാജപ്പൻ ഉപദേശി. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിദ്ര പ്രാപിച്ച് ഒരു വർഷക്കാലമായി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞങ്ങളുടെ സ്വദേശം പുനലൂരിലാണ്. എൻ്റെ പിതാവ് കർത്താവിനെ അറിഞ്ഞ കുറച്ചൊക്കെ അനുഭവങ്ങളൊക്കെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ദൈവമക്കളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നതാണ് എൻ്റെ പിതാവ്. തൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ വളരെയധികം ദുഃഖങ്ങളും വേദനകളും സമാധാനമില്ലാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥകൾ, ആ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. വളരെ തകർന്ന ഒരു ജീവിതത്തിലൂടെയാണ് എൻ്റെ പിതാവ് കടന്നുപോയത്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ആ ഭവനത്തിന് സ്വസ്ഥതയോ സമാധാനമോ അനുഭവിക്കാതെ എൻ്റെ പിതാവ് ഇങ്ങനെ ജീവിച്ചു വരുന്ന കാലയളവിൽ കുടുംബഭാരം എൻ്റെ പിതാവിൻ്റെ ചുമലിലായി. അങ്ങനെ മദ്യപാനത്തിന് അടിമപ്പെട്ട ഒരു കുടുംബാന്തരീക്ഷത്തിന്റെ കാര്യം നമുക്ക് അറിയാമല്ലോ. അങ്ങനെ പിതാവ് കുടുംബഭാരം ചുമലിലായി ഇങ്ങനെ ജീവിച്ചു വരുന്ന കാലയളവിൽ മദ്യത്തിനും കഞ്ചാവിനും ഒക്കെ അടിമയായി തീർന്നു. ആ സമയത്ത് വളരെ അങ്ങനെ കുറച്ച് നാളുകൾ അങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലയളവിലാണ് എൻ്റെ മാതാവിനെ വിവാഹം കഴിക്കുന്നതും എൻ്റെ മാതാവുമായിട്ട് കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടു. പക്ഷെ എൻ്റെ മാതാവ് അറിഞ്ഞിരുന്നില്ല പിതാവ് ഇങ്ങനെ ഒരു മദ്യപാനി ആയിരുന്നു എന്നൊന്നും എൻ്റെ മാതാവ് അറിഞ്ഞിരുന്നില്ല. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച എൻ്റെ മാതാവ് സ്വസ്ഥതയില്ല, സമാധാനമില്ല. അന്നു മുതൽ മദ്യപാനിയായ ഒരു ഭർത്താവിനെയാണ് കാണുന്നത്. എന്നാൽ എൻ്റെ മാതാവ് കുടുംബജീവിതം ഉപേക്ഷിക്കണമെന്ന് പോലും ചിന്തിച്ചു പോയ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എങ്ങനെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ വളരെ ചിന്തിച്ചു. പക്ഷേ സ്വർഗത്തിലെ ദൈവം അതിനനുവദിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ മാതാവിനെയും കർത്താവ് ജീവനുള്ള ദൈവം കണ്ടിരുന്നു എന്ന് വേണം പറയാന്.
അതുകൊണ്ടാണ് വിവാഹബന്ധമൊന്നും വേർപെടുത്താതെ അങ്ങനെ ജീവിച്ചത്. എന്നാൽ പല സന്ദർഭങ്ങളിലും എൻ്റെ പിതാവ് മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാനൊരു സന്യാസിയായിട്ട് പോകാൻ പോവുക, ഞാൻ നിന്നെ ബന്ധം വേർപെടുത്തുവാണെന്നൊക്കെ പറഞ്ഞ് മാസങ്ങള് മാതാവിൽ നിന്നും അകന്നുപോയി. അങ്ങനെ ജീവിച്ച കാലയളവുണ്ട്. മാതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അനുഭവങ്ങൾ. ഈ സാഹചര്യത്തിലൊക്കെ എൻ്റെ മാതാവ് വളരെ ജീവനുള്ള ദൈവത്തെ അറിയില്ല, പക്ഷെ ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ ഇതിനൊരു മാറ്റം വരുത്തുമെന്ന് ഇങ്ങനെ ഹൃദയത്തിൽ പറയുമായിരുന്നു. ഒരു ദിവസം വളരെ മദ്യപിച്ച് ഭവനത്തിൽ കടന്നു വന്ന് എൻ്റെ മാതാവിനെ വളരെ ഒത്തിരി ഉപദ്രവിച്ചു. അങ്ങനെ വളരെ വേദന അനുഭവിച്ച ഈ സാഹചര്യത്തിൽ എൻ്റെ മാതാവ്, അന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മാതാവ് പറഞ്ഞു, ജീവനുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇതിനൊരു മാറ്റം വരുത്തും. ഇനി കൂടുതൽ നാള് ഇങ്ങനെ മദ്യപിച്ച് എന്നെ ഉപദ്രവിക്കുവാനും ഒന്നും ഈ ദൈവം അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിട്ടല്ല ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ഈ ഒരു വാക്ക് ദൈവം കേട്ടു. അധികം താമസിക്കാതെ തന്നെ എൻ്റെ യേശു കർത്താവിനെ കണ്ടുമുട്ടുവാൻ സഹായിച്ചു. ഇതിന്റെ പിന്നില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ആശാരി ഉപദേശി എന്ന് പറയുന്ന കർത്തദാസൻ പുനലൂരിൽ എൻ്റെ പിതാവിന്റെ ജോലി സ്ഥലത്തിനടുത്ത് തന്നെ സുവിശേഷം പ്രസംഗിക്കുവാനായി വന്നു. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ പിതാവ് മദ്യപിച്ചിട്ട് പോയി നിന്ന് ആ ദൈവവചനം കേട്ടു. മദ്യപിച്ചിട്ട് പോയി കർത്തദാസനെ ആ ദേവദാസനോട് അല്പം സംസാരിക്കാൻ പോയി നിന്നതാണ്. മദ്യപിച്ചിട്ട് പോയി നിന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. അതിന് പോയി നിന്നതാണ്. പക്ഷെ എൻ്റെ കർത്താവ്, സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവിനെ ആകർഷിച്ചു. ദൈവത്തിന്റെ വചനം ശക്തമായ ദേവദാസൻ സംസാരിച്ചു. സമാധാനത്തിനുള്ള വഴി ഇതാണ് മകനെ എന്നുള്ള ദൈവവചനം സംസാരിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ പിതാവ് അവിടെ നിൽക്കുവാനിടയായി തീർന്നു. സമാധാനം എന്നൊരു വാക്കുപോലും എൻ്റെ പിതാവ് അന്ന് ജീവിതത്തിൽ കേട്ടിട്ടില്ല, അതുവരെ കേട്ടിട്ടില്ല. ഈ 4 വാക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നിട്ട് ദൈവവചനം ഒന്നുകൂടെ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. യേശു സമാധാനം തരുന്ന വ്യക്തിയാണ്. യേശുവിലേക്ക് കടന്നു വാ, നിന്റെ ജീവിതം യേശുവിന് കൊടുക്കുക എന്നുള്ളതായ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ പിതാവ് അവിടെ നിന്ന് ആ ദൈവശബ്ദത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്തു. ദേവദാസനോട് പറഞ്ഞു, ദേവദാസനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ഞാൻ തകർന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ ജീവിക്കുകയാണ്, എനിക്ക് സമാധാനം എൻ്റെ ജീവിതത്തിൽ ഇല്ല, ഇന്ന് വരെ ഞാൻ അത് അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ ദേവദാസന്റെ അടുക്കൽ പോയി ദേവദാസനോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ദേവദാസൻ എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ഒരു പ്രത്യേക ഹൃദയ സമാധാനം എൻ്റെ പിതാവിന് ലഭിക്കുവാനിടയായി തീർന്നു. ആ ദേവദാസൻ ഇങ്ങനെയാ പറഞ്ഞത്, യേശുവിന് ഹൃദയം കൊടുക്കുക. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന സമാധാനമല്ല എന്നുള്ളത്. ആ ദൈവവചനമാണ് എൻ്റെ പിതാവിനെ ആകർഷിക്കുവാൻ ഇടയായി തീർന്നത്. ഈ ലോകത്തില് അല്പസമയം സന്തോഷത്തിന് വേണ്ടി മദ്യം കഴിക്കുമ്പോൾ അല്പ സന്തോഷം കിട്ടും, സമാധാനം കിട്ടും. അത് കഴിയുമ്പോൾ വീണ്ടും തകർന്ന ഒരു അനുഭവത്തിലേക്കോടെ ആണല്ലോ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നിലനിൽക്കുന്ന ഒരു സമാധാനം ഈ ദൈവത്തിലുണ്ടെന്ന് എൻ്റെ പിതാവ് കേൾക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ദേവദാസൻ എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ആ സമയം തന്നെ എൻ്റെ പിതാവ് യേശുവിന് ഹൃദയം കൊടുത്തു യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ആള് മാറിയ ഒരു അനുഭവം എൻ്റെ പിതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരു ദൈവശക്തി എൻ്റെ പിതാവിന്റെ ശരീരത്തിലേക്ക് കടന്നു എന്ന് വേണം പറയാന്. ആ സന്തോഷം ഉള്ളിലേക്ക് വ്യാപരിക്കുവാനിടയായി തീർന്നു. അന്ന് തന്നെ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ മദ്യവും കഞ്ചാവും ലഹരി വസ്തുക്കളും എല്ലാം വലിച്ചെറിഞ്ഞിട്ടാണ് ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. ഭവനത്തിൽ കടന്നു വന്ന് അന്ന് മുതൽ ആള് മാറിയ ഒരു വ്യക്തിയായിട്ട് എൻ്റെ മാതാവിനെ കാണുവാൻ കഴിഞ്ഞു. എന്താണ് ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത്? അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ദേവദാസൻ ഇങ്ങനെ പ്രസംഗിക്കുന്ന കേട്ട് ഞാൻ പോയി നിന്ന് യേശുവിന്റെ വചനം ഞാൻ കേട്ടു, ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മാറ്റം വരുത്തി എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ എൻ്റെ പിതാവ് രക്ഷിക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തത് കൊണ്ട് ആ സമാധാനത്തിന്റെ ഉടമയായി മാറുവാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലവും ഞാൻ ഈ സാക്ഷിയായി ദൈവത്തിന്റെ ഈ ഹല്ലേലൂയ യൂട്യൂബ് ചാനലിലൂടെ സാക്ഷിയാകുവാൻ കർത്താവ് സഹായിച്ചത്. ഇല്ല എങ്കിൽ എൻ്റെ പിതാവ് യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ ലോകത്തിന്റെ മുഖത്ത് കാണുകയില്ല എന്ന് വേണം പറയുവാൻ. അതുപോലെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. പാപസ്വഭാവത്തിന് അടിമപ്പെട്ട് ലോകത്തിൽ ലഭിക്കുന്ന നന്മകൾ മുഴുവനും നഷ്ടപ്പെടുത്തി അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം നമുക്കറിയാമല്ലോ. അങ്ങനെ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. തുടർന്നുള്ള നാളുകളിൽ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു. അങ്ങനെ ജീവിച്ച് മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമാധാനം, സന്തോഷം എൻ്റെ പിതാവ് അനുഭവിക്കുന്നതോടൊപ്പം തന്നെ
മാതാവിന് സമാധാനമായി ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയല്ലോ, സന്തോഷപരമായി ഇങ്ങനെ ജീവിതം മുൻപോട്ട് കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ പിതാവിനോടൊപ്പം ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായി. പിതാവിനോടൊപ്പം ദൈവത്തെ അറിയുവാനായിട്ട് സ്റ്റെപ്പ് വെച്ചില്ല. മാതാവിനെ പലപ്പോഴും പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കൊക്കെ വിളിക്കും. എന്നാൽ പൊത്തുവരുത്ത അനുഭവത്തിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി, സമാധാനം കിട്ടിയല്ലോ, ഇനി നമുക്ക് അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാം എന്നുള്ള രീതിയിൽ ജീവിച്ചു പോയി. എന്നാൽ നിർബന്ധിച്ചു എൻ്റെ അമ്മയെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നിർബന്ധത്തിന് വഴങ്ങി എൻ്റെ പിതാവിനോടൊപ്പം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് കടന്നുപോയിട്ട് അവിടെ ചെന്നപ്പോൾ പ്രാർത്ഥനയില്ല. വളരെ ബന്ധപ്പെട്ട് വളരെ ഇച്ചിരി ദൂരം യാത്ര ചെയ്താണ് കടന്നുപോയത്. കടന്നുപോയിട്ട് പ്രാർത്ഥനയില്ല. തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ സത്യദൈവം ആരാണെന്ന് മനസ്സിലാക്കി എങ്കിൽ തന്നെയും ഈ ദൈവത്തിന്റെ ശക്തി എന്തെന്ന് രുചിച്ചറിയുവാനോ പ്രത്യക്ഷമായി അത് അനുഭവിക്കുവാനോ എൻ്റെ മാതാവിന് ഇടയായില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു വാക്കുതർക്കമായിട്ട് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അന്ന് രാത്രികാലം യഥാർത്ഥമായ ദൈവത്തിന്റെ ശബ്ദം എൻ്റെ മാതാവ് കേൾക്കുവാനിടയായി തീർന്നു. രാത്രികാലം കിടന്നുറങ്ങി. ആ സമയത്ത് അന്നൊരു ചെറിയ ഓലപ്പരയിലാണ് അവർ വിശ്രമിക്കുന്നത്. അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു പ്രകാശം ആ റൂമിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ആ പ്രകാശത്തിലൂടെ ഒരു ശബ്ദവും എൻ്റെ മാതാവ് കേട്ടു. മകളെ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിൽ കൂടി അല്ലാതെ നിത്യജീവനിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളൊരു ദൈവശബ്ദം എൻ്റെ മാതാവ് കേൾക്കുവാനിടയായി തീർന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ മാതാവ് പിതാവിനോട് ചോദിച്ചു, എന്നോട് വല്ലതും പറഞ്ഞു, ഞാനൊരു ശബ്ദം കേട്ടു, ഭയങ്കര പ്രകാശം ഈ റൂമിനകത്ത് വന്ന് നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നപ്പോൾ നീ എന്നൊക്കെ എന്നോട് പറഞ്ഞോണ്ടാ വന്നത്? ഇതാണ് ജീവിക്കുന്ന ദൈവം, ഇതാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. ഇത് നിന്നെ ദൈവം കേൾപ്പിച്ചതാണ്. നീ പറഞ്ഞില്ലേ എന്താണെന്നൊക്കെ. ഇത് ജീവിക്കുന്ന ദൈവം ഉണ്ടോ ഒന്ന് ചോദിച്ച ആ ചോദ്യത്തിന്റെ മറുപടി ഇന്ന് രാത്രികാലം ദൈവം നിന്നോട് സംസാരിച്ചെന്ന് എൻ്റെ മാതാവിന് മനസ്സിലായി. ഇതാണ് ജീവിക്കുന്ന ദൈവമെന്ന. അങ്ങനെ എൻ്റെ പിതാവിനോടൊപ്പം തുടർന്നുള്ള നാളുകളിലെ കർത്താവിനെ അറിയുവാനും ഈ ജീവിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുവാനും എൻ്റെ മാതാവിനെ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അങ്ങനെ തുടർന്നുള്ള നാളുകൾ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച്, വചനസത്യം അനുസരിച്ചു, സ്നാനമെന്ന വചനസത്യം അനുസരിച്ചു കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് സഹായിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ജനിക്കുന്നതിന് എൻ്റെ സഹോദരി മാത്രമേ ആദ്യമേ പ്രാരംഭ സമയങ്ങളിൽ ജനിച്ചിരുന്നുള്ളൂ. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് എന്നെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു മാതാപിതാക്കന്മാരുടെ മകളായി ജനിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചത്. രക്ഷിക്കപ്പെട്ട മാതാപിതാക്കന്മാരുടെ മകളായി ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. സത്യം പറഞ്ഞാല് എന്നെ അമ്മ ജനനം നൽകുന്ന ആ സമയത്ത് എൻ്റെ പിതാവ് പ്രസംഗിക്കുകയാണ്, ഒരു സുവിശേഷകനായി മാറി. അപ്പം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഇങ്ങനെ മുൻപോട്ട് മാതാപിതാക്കന്മാരൊത്ത് ഇങ്ങനെ ജീവിക്കുന്ന ആ കാലയളവില് ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആ ഒരു അനുഭവത്തിലാണ് ഞാൻ ജനിച്ചതും. പിന്നീടുള്ള നാളുകളൊക്കെ ഈ ദൈവത്തിന്റെ പാതയിലൂടെ യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. പിന്നീട് എനിക്കൊരു സഹോദരനുമുണ്ട്. ഞങ്ങൾ 3 പേരാണ്. എനിക്കൊരു സഹോദരി, എനിക്ക് ഇളയ ഒരു സഹോദരൻ. അങ്ങനെ ഞങ്ങള് ചെറുപ്രായത്തിൽ തന്നെ ഈ ദൈവവചനം ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. എന്നിട്ട് ഒരു പുതിയ നിയമ പുസ്തകം ഞങ്ങളുടെ കയ്യിൽ തരുന്നിട്ട് അത് കുഞ്ഞു പ്രായം തന്നെ എടുത്തു നിന്നിട്ട് ചർച്ചിൽ പോകുമ്പോൾ സാക്ഷ്യം പറയണമെന്ന് പറയും, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. ആത്മീയമായ ആത്മീയമായ വഴികളിലൂടെ ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്നു. ലോകത്തിൻ്റെതായ ഒരു മോഹങ്ങളിലോ പാപവഴികളിലോ ഒന്നും അകപ്പെടാതെ വേണം ഈ ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഞങ്ങൾക്ക് സാമാന്യമായ വിദ്യാഭ്യാസം ഞങ്ങളുടെ പിതാവ് നൽകി തരുവാനിടയായി തീർന്നു. എന്നാൽ അതിന് മുമ്പായി ഞാൻ പറയട്ടെ, എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ട് 2-3 വർഷത്തിന് ശേഷം സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന ഉപജീവന മാർഗം ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ ഒരു ആഗ്രഹം ഹൃദയത്തിനകത്തുണ്ടായി. എന്ന് പറഞ്ഞാല് താൻ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവരോട് പറയണം. ഞാൻ ഇത്രമാത്രം സമാധാനം അനുഭവിച്ചുവെങ്കിൽ അനേകർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അനേകർ പാപത്തിലും മദ്യത്തിലും അടിമപ്പെട്ട് അനേക കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഈ ദൈവത്തിലേക്ക് തിരിയണം, ഈ ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തണം, ഈ രക്ഷിക്കുന്ന ദൈവമുണ്ടെന്ന് പറയണം. ആ ഒരു ആഗ്രഹം ഹൃദയത്തിലേക്ക് വന്നിട്ട് ഒരു സുവിശേഷകനായി മാറുവാനിടയായി തീർന്നു. ലഭിക്കുന്ന സമയങ്ങളൊക്കെ യേശുവിനെ കുറിച്ച് പറയുവാനായിട്ട് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ പൂർണ്ണ സമയം സുവിശേഷകനായി മാറുവാനിടയായി തീർന്നു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പോകുവാന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ കർത്താവിന്റെ വചനവുമായി എൻ്റെ പിതാവ് ഇറങ്ങിത്തിരിക്കുവാനിടയായി. ഞങ്ങളുടെ ചെറുപ്രായം മുതൽ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ പിതാവ് ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്നു. ആരെ കണ്ടാലും കർത്താവിനെ കുറിച്ച് പറയുക, സ്വർഗരാജ്യത്തെ കുറിച്ച് പങ്കുവയ്ക്കുക. അത് മാത്രമല്ല, പ്രത്യേക
മദ്യപാനികളായിരിക്കുന്നവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക. തകർന്ന ജീവിതമാണല്ലോ അവർക്ക് സമാധാനം അവർ അനുഭവിക്കാത്തത് കൊണ്ടാണല്ലോ ഈ മദ്യത്തിനും കഞ്ചാവിനും ഒക്കെ അടിമയായിരിക്കുന്നത്. അപ്പൊ ഞാൻ അനുഭവിച്ച സന്തോഷം അവർക്ക് അത് പകർന്നു കൊടുക്കുക, ഈ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു എൻ്റെ പിതാവിന്. അങ്ങനെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളില്, ഞങ്ങളുടെ ദേശം എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുകയും പലയിടങ്ങളിലും കടന്നുപോയി ദൈവവചനം അറിയിക്കുവാനായിട്ട്, സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് എൻ്റെ പിതാവ് തുടങ്ങി. ആദ്യമേ സൈക്കിൾ യാത്രയായിരുന്നു, ആദ്യമേ കാൽനടയായി കടന്നുപോയി ദൈവവചനം വിളിച്ചു പറഞ്ഞ് സുവിശേഷം പ്രസംഗിച്ചു, വിളിച്ചു പറഞ്ഞ് ദൈവവചനം അതിനുശേഷം ഒരു സൈക്കിളിനകത്ത് മൈക്ക് വെച്ച് കെട്ടി ദൈവവചനം അതിനകത്ത് വെച്ച് കെട്ടിക്കൊണ്ട് സുവിശേഷം പ്രസംഗം, ലജ്ജയില്ലാതെ യേശുവിനെ കുറിച്ച് പറയുക. വളരെ ആത്മഭാരം എൻ്റെ പിതാവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. അത് മുഖാന്തരം അനേകം പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഇത്രമാത്രം ആ ദേശത്തുള്ളവർക്കെല്ലാം വളരെ അത്ഭുതകരമായി മാറി. ഇങ്ങനെ നടന്ന ഒരു വ്യക്തിയാണല്ലോ ഈ വളരെ മദ്യത്തിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ട്, എല്ലാവർക്കും അറിയാം ഈ സ്വഭാവങ്ങൾക്കൊക്കെ അടിമയായിരുന്ന ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്രമാത്രം വ്യത്യാസം എൻ്റെ പിതാവിന് ലഭിച്ചത് കണ്ടപ്പോൾ എല്ലാവർക്കും അതിശയമായി. ഈ ദൈവത്തെ കുറിച്ച് കേൾക്കുവാനൊക്കെ എൻ്റെ പിതാവിന്റെ മുമ്പിൽ സമയങ്ങൾ ചിലവഴിക്കുമായിരുന്നു. ദേശത്ത് കയറാത്ത ഭവനങ്ങളില്ല, എല്ലാ ഭവനങ്ങളിലും പോയി കർത്താവിന്റെ വചനം പങ്കുവെക്കുമായിരുന്നു. എൻ്റെ പിതാവിന് 4 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ അല്പം കൂടെ ഞാനൊന്ന് കയറി പറഞ്ഞോട്ടെ. എൻ്റെ പിതാവിന്റെ ഭവനത്തിനകത്ത് സമാധാനമില്ലാത്ത അനുഭവമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. 4 സഹോദരിമാരുണ്ടായിരുന്നു. അവരെ വിവാഹം കഴിപ്പിക്കുവാനും ഒക്കെ ദൈവമായ കർത്താവ് എൻ്റെ പിതാവിനെ സഹായിച്ചു. ഉത്തരവാദിത്തങ്ങളെല്ലാം, ആ കടമകളെല്ലാം എൻ്റെ പിതാവ് അതിനോടൊപ്പം ചെയ്തിരുന്നു. എൻ്റെ പിതാവിന്റെ വിവാഹത്തിന് മുമ്പ് തന്നെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ പിതാവിന് മാതാവിന് വലിയമ്മച്ചിയോടൊപ്പം ചേർന്ന് നിന്ന് ആ കുടുംബം ചേർത്ത് നിർത്തി ആ കുഞ്ഞുങ്ങളെ, ആ സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയക്കുകയും ഭവനത്തിലെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടെ നോക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വിവാഹം കഴിച്ചതും ഞങ്ങൾ ജനിക്കുകയും എല്ലാം ചെയ്തത്. വളരെ സമാധാനപരമായ നിലയിൽ ജീവിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഈ സഹോദരങ്ങൾ ആരും ഈ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നു. അമ്മയുണ്ടായിരുന്നു, പിതാവുണ്ടായിരുന്നു, സഹോദരങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഇവരാരും എൻ്റെ പിതാവ് ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ദൈവത്തെ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ആ സഹോദരങ്ങളുടെ അടുക്കലെല്ലാം എൻ്റെ പിതാവ് കടന്നുപോയി. അവരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയും. അവരുടെ ഭവനങ്ങളിൽ പോയി വിശ്രമിച്ചിട്ട് അവരോട് ദിവസങ്ങൾ അവിടെ വിശ്രമിച്ചിട്ട് അവരോടൊപ്പം സമയങ്ങൾ ചിലവഴിച്ച് അവരെ ദൈവവചനം പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരുന്നു. അവർ എല്ലാവരും ഇന്ന് ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 4 സഹോദരിമാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും കുടുംബമായി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഹോദരിമാരെ വിവാഹം കഴിച്ച പ്രിയപ്പെട്ടവര്, അമ്മാവന്മാരൊക്കെ മദ്യപാനികളൊക്കെ ആയിരുന്നു. എന്നാൽ അവരൊക്കെ ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ തന്നെ പിതാവിന്റെ കുടുംബത്തിലുള്ള മറ്റ് അമ്മാവന്മാരും സഹോദരിമാരും ഒക്കെ ഇന്ന് ഈ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി. ഇതിന്റെയൊക്കെ പിന്നില് എൻ്റെ പിതാവ് ഹല്ലേലൂയ കർത്താവിനെ ഉയർത്തുവാൻ, യേശുവിനെ ഹല്ലേലൂയ അവരോടൊപ്പം സമയങ്ങൾ ചിലവഴിക്കുവാൻ തയ്യാറായി യേശുവിനെ അവർക്ക് പകർന്നു കൊടുത്തു. അതിന്റെ നിമിത്തമാണ് അവരെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് അവരെ ദൈവം ആകർഷിച്ചു. അതുകൊണ്ട് അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ ഇന്ന് അവർ സമാധാനമുള്ള ജീവിതം നയിക്കുന്നു. അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഹല്ലേലൂയ പലയിടങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പിതാവിന്റെ ഒരു സഹോദരി കർത്താവിന്റെ വേലയില് തമിഴ്നാട്ടിൽ ആയിരിക്കുന്നു. ഒരു കുടുംബമായി കർത്താവിന്റെ വേലയിലാണ്. ഒരു ദേവദാസനും കുടുംബമാണ്. അത്രമാത്രം ദൈവം ഞങ്ങളെ സ്നേഹിച്ചു. ഈ ഒരു വലിയ സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എൻ്റെ പിതാവ് മുഖാന്തരം ഹല്ലേലൂയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഒക്കെ ഈ സന്തോഷം ലഭിക്കുവാനിടയായി തീർന്നു എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ കർത്താവ് സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ മാതാവ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങളെ ഈ വിശ്വാസത്തിൽ തന്നെ വളർന്നു വന്നു. ഈ ദൈവത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് ഓരോ സാഹചര്യങ്ങളും ജീവിതത്തിൽ ഒരുക്കി തന്നു. ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ മുൻപോട്ട് ചുവടുകളെ വെച്ചു തുടങ്ങി. എന്നാൽ ആമേൻ സ്തോത്രം, ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി ആ സമയത്ത് കഷ്ടതകളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു. ക്രിസ്തീയ ജീവിതം സുഖസമൃദ്ധമായ ജീവിതം അല്ലല്ലോ. വളരെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ഹല്ലേലൂയ അതിനകത്തു നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. ഞങ്ങള് വിശ്വാസത്തിൽ വന്ന ആ സമയത്ത്
ഒന്നുമില്ലായ്മകളിൽ നിന്നാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ഞങ്ങൾക്ക് ചെറിയൊരു ഭവനമായിരുന്നു. പിതാവ് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു ഓലയിട്ട ഒരു വീടായിരുന്നു ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. മഴ പെയ്യുമ്പോൾ ഒക്കെ ആ വെള്ളം മുഴുവനും ആ പെരയ്ക്കകത്ത് വീഴും. കാറ്റും മഴയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അടുത്ത ഭവനത്തിൽ ഓടിപ്പോകുമായിരുന്നു. അവിടെ ആ വീടിനകത്ത് മരം വീഴുമെന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഓടിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പിതാവിന് വീട് വേണമെന്നോ ഒന്നും അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ലോകത്തിൽ വലിയ ധനം സമ്പാദിക്കണമെന്നോ വീട് വെക്കണമെന്നോ അതൊന്നും ആഗ്രഹമില്ല. കർത്താവിന്റെ വേല ചെയ്തു തീർക്കണം, അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും എൻ്റെ പിതാവിനോട് ചോദിക്കുകയാണെങ്കിൽ പറയും, അതെല്ലാം ദൈവം കരുതിക്കൊള്ളും. ഈ ഒരു വാക്ക് മാത്രമേ എൻ്റെ പിതാവ് പറയത്തുള്ളൂ. ഭവനം വയ്ക്കുവാനോ ഭവനത്തിന് വേണ്ടിയോ അങ്ങനെ ഒരു ആഗ്രഹമോ പ്രാർത്ഥനയോ സത്യത്തിൽ എൻ്റെ പിതാവ് ചെയ്തിട്ടില്ല. എന്നാൽ എൻ്റെ മാതാവ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാവ് തനിച്ചാണല്ലോ, ഭവനത്തിലായിരിക്കും. ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞൊക്കെ ആയിരിക്കും എൻ്റെ പിതാവ് ഭവനത്തിലേക്ക് കടന്നു വരാറുള്ളത്. ദൂര സ്ഥലങ്ങളിലെല്ലാം പോകും, സുവിശേഷവുമായി കടന്നു പോകും. എന്നാലും ഞങ്ങൾ മാത്രമേ, ഞങ്ങൾ 2 പെൺകുട്ടികളും എനിക്കൊരു സഹോദരൻ ഇളയതാണ്. അപ്പൊ ഞങ്ങളെയും കൊണ്ട് ആ ഭവനത്തിൽ കഴിയുമ്പോൾ ഒരു ഭവനത്തിന് വേണ്ടിയൊക്കെ മാതാവ് ആഗ്രഹിച്ചു. ഒരു ദിവസം ഞങ്ങളോട് പറയും, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ഞങ്ങളുടെ മാതാവ് ചെയ്യുമായിരുന്നു. അപ്പം ഉപവാസ പ്രാർത്ഥനയിലും ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട, അതിനു മുമ്പ് പറയട്ടെ, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, ദൈവജനം കൂട്ടായ്മയൊക്കെ ദൈവം ഞങ്ങൾക്ക് അവിടെ തന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവജനത്തെ ദൈവം ഞങ്ങൾക്ക് തന്നു. കൈത്താങ്ങായി ഞങ്ങളെ വിശ്വാസത്തിൽ കൈപിടിച്ച് നടത്തുന്ന ദൈവജനവും ദൈവസഭയും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്ത് പ്രയാസങ്ങൾ വന്നാലും ദൈവജനം ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ എൻ്റെ മാതാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഒരു ഭവനം വേണം. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, മക്കളെ നമുക്ക് 3 ദിവസം ഉപവസിക്കാം, ഈ വീടിന്റെ നമ്മുടെ ഈ ഓലയിട്ട അവസ്ഥ ഒന്ന് മാറി ഒന്ന് ഓടാക്കി തന്നാ മതി എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ മാതാവ് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 3-ാമത്തെ ദിവസം, ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ 3-4 പേരിങ്ങനെ ഞങ്ങളുടെ താഴത്തെ റോഡിൽ കൂടെ കയറി വരുന്നു. അപ്പൊ ഞങ്ങൾ ഓർത്തു, ഞങ്ങൾക്ക് അപ്പോഴും ബാങ്കിൽ അല്പം കടമൊക്കെ ഉണ്ടായിരുന്നു, ബാങ്ക് മാനേജർമാരോ വല്ലതും വരുന്നതായിരിക്കും എന്ന് ഞങ്ങൾ ഓർത്തു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവര് ഞങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നു, അമ്മയോട് ഇങ്ങനെ ചോദിച്ചേ, അമ്മാമ്മേ നിങ്ങൾ ഉപവാസമാണെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് അറിഞ്ഞു. ആര് പറഞ്ഞതൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പൊ അമ്മ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി നിന്നു. അപ്പോൾ പറഞ്ഞതാണ്, ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് അറിയാമോ, നിങ്ങളുടെ ഈ ഓലയിട്ട പെരയൊന്ന് മാറി, ഈ ഓല മാറി ഞങ്ങൾ ഈ പെരയ്ക്ക് മുഴുവനും ഞങ്ങൾ ഓടെടുത്ത് തരാം, ഓടെടുത്ത് തരാം, അതിനു വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച് വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് വേൾഡ് മിഷന്റെ പ്രവർത്തകരാണ്. അപ്പം ഞങ്ങൾ ഓടെടുത്ത് തരാൻ വേണ്ടി തീരുമാനിച്ച് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് ഇത് തന്നെയാണ്, ഓല ഒന്ന് മാറി ഓട് മാറ്റി തന്നാൽ മതിയെന്ന്. ദൈവം ആ പ്രാർത്ഥന കേട്ടു. അങ്ങനെ അവർ തീരുമാനമെടുത്തു. ഞങ്ങൾക്ക് ഓട് ആക്കി തരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ആ വീടൊക്കെ ഞങ്ങൾക്കൊന്ന് മെയിൻ്റെനൻസ് ചെയ്ത് ഓടാക്കി തന്നു. അങ്ങനെ ഞങ്ങള് പഠിച്ചു, വിദ്യാഭ്യാസം ചെയ്തു. എന്നാലും ഇങ്ങനെ ഞങ്ങൾ 2 പേരും, ഞാനും എൻ്റെ ചേച്ചി, ഇങ്ങനെ ഓരോ 2 വയസ്സിന് എളുപ്പം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരുപോലെ വളർന്നു വരികയാണ്. ഈ സമയത്ത് ഇപ്പം എൻ്റെ പിതാവിനോട് പറയും, പെൺകുട്ടികൾ 2 ഒരുപോലെ വളർന്നു വരുന്നു, ഉപദേശി എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഉപദേശിക്ക് ഒരു വിചാരവും ഇല്ലേ, ഈ പിള്ളേരിങ്ങനെ വളർന്നു വരുന്നു പെൺപിള്ളേരെ കണ്ടിട്ട്. അന്നേരം അത് ദൈവം കരുതിക്കൊള്ളും. ഈ ഒരൊറ്റ വാക്കേ അവരോട് പറയത്തുള്ളൂ. വീടിന്റെ കാര്യമാണേലും അത് ദൈവം കരുതിക്കൊള്ളും. അതുപോലെ തന്നെ വിവാഹം, അത് ദൈവം കരുതിക്കൊള്ളും. അങ്ങനെ എൻ്റെ ചേച്ചിക്ക് മറ്റുള്ളവർ ചോദിച്ചു, നിന്റെ മക്കളെ ആര് വിവാഹം കഴിക്കും, എങ്ങനെ വിവാഹം നടക്കും എന്നൊക്കെ ചിന്തിച്ചു. 1 രൂപ പോലും ഞങ്ങൾക്ക് സേവിങ്സ് ഇല്ല. പപ്പ കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നു, ദൈവം ഞങ്ങളെ നടത്തുന്ന അല്പം സ്ഥലം ഞങ്ങൾക്കുണ്ട്, അതിനകത്ത് അല്പം റബ്ബർ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഉപജീവനമാർഗമായിട്ട് എൻ്റെ അമ്മ തന്നെ അതിന്റെ അധ്വാന ഫലം എടുത്ത് ഞങ്ങൾ കഴിയുമായിരുന്നു. അങ്ങനെ അങ്ങനെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് എൻ്റെ ചേച്ചിക്ക് 17 വയസ്സ് പൂർത്തിയായി പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഒരു വിവാഹാലോചന വന്നു. അത് കുമ്പനാട് ദേശത്ത് നിന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് 5 വയസ്സ് പോലും ഞങ്ങളുടെ സേവിങ്സ് ഇല്ല, എങ്ങനെ വിവാഹം കഴിപ്പിക്കും? അന്നേരം പപ്പ അവിടെ സത്യം പറഞ്ഞാൽ വിവാഹത്തിന് ക്രമീകരിക്കാൻ കാരണം കർത്താവിന്റെ ദാസന ശരീരദേശിയോടൊപ്പം പ്രസംഗിക്കുവാൻ പോയി, ഏറ്റു പറയാൻ പോയി. അല്പസമയം എൻ്റെ പിതാവിന് അനുഭവ സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തു. അങ്ങനെ അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരിയുടെ വിവാഹത്തിനുള്ളതായ ക്രമീകരണങ്ങൾ ലഭിക്കുവാനിടയായി തരുന്നത്. ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. ദൈവം എൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. അങ്ങനെ ആ വിവാഹത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. 18 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സഹോദരിയുടെ വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഒരുക്കി തരുവാനിടയായി
ഇടയായി തീർന്നു. അങ്ങനെ അനുഗ്രഹമായ നിലയിൽ എൻ്റെ സഹോദരിയുടെ വിവാഹം നടക്കുവാനിടയായി. ആ ദേശത്തുള്ളവർക്കെല്ലാം വലിയൊരു അത്ഭുതമായി തീരുവാനിടയായി തീർന്നു. അങ്ങനെ സഹോദരിയുടെ വിവാഹം നടന്നു. ഇതും ദൈവത്തിന്റെ ഒരു അത്ഭുതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഹല്ലേലൂയ, ഈ ജീവനുള്ള ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചാൽ ഒരിക്കലും ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി തീരുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. അല്പം താമസിച്ചു പോയാലും ഹല്ലേലൂയ, ദൈവം മാനിക്കുന്ന ദൈവമാണെന്ന അനുഭവത്തിൽ കൂടെ എനിക്ക് പറയുവാൻ കഴിയും. അതിനുശേഷം എൻ്റെ ജനനവും കൂടെ അല്പവും കൂടെ ഒന്ന് പറയുവാനുണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ നശിപ്പിച്ച് കളയുവാനായി പിശാച് പല പദ്ധതികൾ ഒരുക്കിയതാണ്. ഞാൻ പുറത്തു വരാതിരിക്കത്തക്ക നിലയിൽ ഉള്ള നിലയിൽ പിശാച് പോരാടി. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് എന്നെ പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് ഈ ഭൂമിയിൽ ഒരു ജന്മം ദൈവമായ കർത്താവ് നൽകി തന്നത്. ജനിച്ചു കഴിഞ്ഞിട്ടും എന്തോ ബാലപീഡ പോലെ എൻ്റെ ശരീരത്തിനകത്ത് വന്നു. വളരെ ശോഷിച്ച ഒരു അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് ആരോഗ്യം നൽകി തന്നു. അതിനുശേഷം ശ്വാസമുട്ടന്റെ ഒക്കെ പ്രയാസം എനിക്ക് നേരിട്ടു. മാതാവിന്റെ മടിയിലിരുന്ന് മരിച്ചു പോകുന്ന സിറ്റുവേഷൻസ് പോലെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നു. എന്നാൽ ആ സാഹചര്യങ്ങളിൽ സ്വർഗത്തിലെ ദൈവം വിടുവിച്ചു. അപ്പോഴൊക്കെ ചെറുപ്രായത്തിൽ മുതൽ തന്നെ എൻ്റെ ഹൃദയത്തിനകത്ത് കർത്താവിനെ ഒരു ആഴമായ ഒരു സ്നേഹബന്ധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ 12 വയസ്സ് ആയപ്പോൾ സമയത്ത് ഞാൻ രക്ഷിക്കപ്പെട്ടു. പൂർണ്ണമായി യേശുവിനെ അറിയുവാനിടയായി തീർന്നു. സ്നാനപ്പെടുന്നതിന് മുമ്പേ അഭിഷേകം പ്രാപിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അതിനുശേഷം കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു. കർത്താവിന്റെ 13 വയസ്സായപ്പോൾ ദൈവവേലയോടുള്ള ഒരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ ദൈവവേലയുടെ വിളി എൻ്റെ മേലും വരുവാനിടയായി തീർന്നു. അനേക ദൈവദാസന്മാർ മുഖാന്തരം കർത്താവിന്റെ വേലയെ കുറിച്ചുള്ള വിളി എന്നെ പ്രബോധിപ്പിക്കുവാനിടയായി തീർന്നു, എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. എനിക്കും അത് തന്നെയാണ്. എൻ്റെ പ്രീഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം മറ്റൊന്നും പഠിക്കുവാനായിട്ട് എനിക്ക് അങ്ങനെ കടന്നു പോകാൻ ആഗ്രഹം ഹൃദയത്തിൽ വന്നില്ല. പപ്പ എന്നോട് പറഞ്ഞു, മോളെ നേഴ്സിംഗ് പഠിപ്പിക്കാം, ദൈവം വഴി ഒരുക്കി തരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനുള്ളൊരു ആഗ്രഹം വരുന്നില്ല. എനിക്ക് ദൈവവചനം പഠിക്കണം. അങ്ങനെ ഒരു ഹൃദയത്തിനകത്തൊരു ആഗ്രഹം വന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തൊന്നും ദൈവവചനം പഠിക്കാനൊക്കെ മുഖാന്തരങ്ങളൊന്നും അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എനിക്ക് ദൈവവചനം പഠിക്കണം, എങ്ങനെയായാലും എനിക്ക് പഠിക്കണം. ഈ ആഗ്രഹം വെച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം എനിക്ക് അതിനൊരു മുഖാന്തരം ഒരുക്കി തന്നു. കുമ്പനാട് IPC സോദരി സമാജം ബൈബിൾ സ്കൂളിൽ 1 വർഷക്കാലം ദൈവവചനം പഠിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിനും ദൈവമാണ്. ഓരോ ബൈബിൾ സ്കൂളിൽ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ദൈവം നടത്തിയ വഴികൾ ഒരുപാടുണ്ട് പറയാന്. അതുപോലെ ഹല്ലേലൂയ, ഒരു സാധ്യതകളും എൻ്റെ മുമ്പിലില്ല. ഞാൻ എങ്ങനെ കടന്നുപോയി ദൈവവചനം പഠിക്കുമെന്നോ ഒരു വഴിയുമില്ല. ആ സമയത്തൊക്കെ വിശ്വാസത്തോടെ ദൈവത്തോട് എന്തൊരു അതൊക്കെ ദൈവം നടത്തിയ വിധങ്ങളൊക്കെ പറയാം. ഓക്കെ. ഞാനിങ്ങനെ ബൈബിൾ കോളേജില് ഞാൻ ഗുഡ് ന്യൂസിനകത്ത് ഇങ്ങനെ ഒരു പരസ്യം കണ്ട് ബൈബിൾ കോളേജിലേക്ക് പഠനത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പരസ്യം കണ്ട് ഞാനൊരു അപേക്ഷ എഴുതി അയച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ ഇതിനൊരു അവസരം ലഭിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കുറെ നാള് ഞാൻ പ്രാർത്ഥന മാറ്റുന്നില്ല, ആ വിഷയമേ മാറ്റുന്നില്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാർഡ് വന്നു, നിങ്ങൾ ഇവിടെ ഇന്റർവ്യൂ വന്ന് അറ്റൻഡ് ആവണം, ബൈബിൾ കോളേജിൽ ഇന്റർവ്യൂവിന് വന്ന് അറ്റൻഡ് ആവണമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്റർവ്യൂ പറയുന്നു പോകാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എന്നെ അത് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇന്റർവ്യൂവിന് വന്നു. എനിക്ക് ഇന്റർവ്യൂ ചെയ്തിട്ട് ഞാനങ്ങ് പോയി. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതൊന്നും ലഭിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ക്ലാസ് ആരംഭിക്കുന്നു. പിറ്റേന്ന് ക്ലാസ് ആരംഭിക്കുന്നു. തലേന്ന് എനിക്ക് അവിടെ നിന്നും ക്ലാസ് തുടങ്ങുന്നതായിട്ട് എനിക്കൊരു അറിയിപ്പ് ലഭിക്കുവാനിടയായി തീർന്നു. തലേന്നാണ് ഞാൻ അറിയുന്നത് പിറ്റേന്ന് ക്ലാസ്സിന് ചെല്ലണമെന്ന്. ഞാൻ ഒരു കാര്യങ്ങളും ക്രമീകരിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ പോകും കഴിയും? സത്യം പറഞ്ഞ പപ്പാ സുവിശേഷ വേലയ്ക്ക് പോയിരിക്കുന്നു. വീട്ടിൽ അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നും അന്നേരം ഒന്നും ഒരു രൂപയും നമ്മുടെ കയ്യിൽ എടുക്കാനില്ല. പോകാനുള്ള ചെലവ് വേണ്ടായോ? ഞാൻ എങ്ങനെ കർത്താവെ എങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും, എങ്ങനെ എനിക്ക് ഇതിനെങ്ങനെ പോകാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഇതിനൊരു മുഖാന്തരമായി തീർന്നത് ഒരു കർത്തൃദാസനാണ്. ആ കർത്തൃദാസൻ വന്ന് എന്നോടൊക്കെ പറഞ്ഞു. ആ കർത്തൃദാസൻ കുമ്പനാട് പോയിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് അവിടെ ഇന്റർവ്യൂവിൽ എൻ്റെ പേരുണ്ട്, അതുകൊണ്ട് അവിടെ ചെല്ലാനായിട്ട് അറിയിപ്പ് ലഭിച്ചതായിട്ട് വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ പോകും? ആ കർത്തൃദാസൻ എന്നോട് പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിക്ക്, നീ മുഴങ്കാലം മുടക്കി പ്രാർത്ഥിര്, നീ ചർച്ചിൽ പോയി ദേവദാസനോട് പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ പോയി പെട്ടെന്ന് കയറി പുരയ്ക്കകത്ത് കയറിയിരുന്ന് മുഴങ്കാലിരുന്ന് കരഞ്ഞു, കർത്താവേ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കണം, എനിക്കൊരു മുഖാന്തരം
പോകാൻ ഒരു വഴി ദൈവം എനിക്ക് ഒരുക്കി തരണം, ഒന്നും എന്റെ മുമ്പിലില്ല, എനിക്ക് പോകണം, എങ്ങനെയായാലും എനിക്ക് പോകണം കർത്താവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ പാസ്റ്ററോട് ചെന്ന് പറഞ്ഞു, പാസ്റ്റർ കോളേജിൽ പഠിക്കാനായിട്ട് എനിക്ക് അവസരം വന്നു, നാളെ എനിക്ക് പോകണം, ഞാൻ പ്രാർത്ഥിച്ച് പാസ്റ്ററിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചു. മോളെ നല്ല കാര്യം, ദൈവജനം പഠിക്കുമ്പോഴേ എന്ന് പറഞ്ഞ് എനിക്ക് പ്രോത്സാഹനം തന്ന് എനിക്ക് അന്ന് പോകാനുള്ളതായ എല്ലാ ക്രമീകരണങ്ങളും ഘട്ടദാസൻ ഒരുക്കി തന്നു. അതുപോലെ തന്നെ അടുത്ത സെക്രട്ടറി അച്ഛന്റെ ഭവനം ഉണ്ടായിരുന്നു, അവിടെ ഞാൻ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ അവിടെ ചെന്ന് വിവരം പറഞ്ഞു. അവരും എന്നെ സഹായിക്കുകയും അതുപോലെ തന്നെ പോകാനുള്ള എല്ലാ ക്രമീകരണവും ഈ 2 ഭവനങ്ങൾ ലഭിക്കുവായ കർത്താവ് എന്നെ സഹായിച്ചു. ദൈവം അവിടെ വഴി തുറന്നത് പോകാനുള്ള എല്ലാ ആവശ്യമുള്ള നന്മ ദൈവമായ കർത്താവ് എന്റെ കരങ്ങളിൽ നൽകി തരുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ വരുവാനുള്ളതായ ക്രമീകരണങ്ങൾ ഒരുക്കി പിറ്റേന്ന് തന്നെ ഞാൻ ബൈബിൾ ക്ലാസ്സിലേക്ക് കുമ്മനാടിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ കഴിഞ്ഞതായ സത്യം പറഞ്ഞാൽ 8 മാസക്കാലമായിരുന്നു അന്നത്തെ ഞങ്ങളുടെ കോഴ്സ്. ഈ 8 മാസക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. ദൈവവചനത്തിന്റെ ഈ 8 മാസം കൊണ്ട് ഒന്നും പഠിച്ചില്ല എങ്കിലും ആരംഭങ്ങളൊക്കെ അനേക ശ്രേഷ്ഠ ദൈവദാസന്മാരെ നിന്നും ദൈവവചനം ഹല്ലേലൂയ പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നിലകളിലുള്ളതായ സ്തോത്രം ക്ലാസ്സുകള്, അനുഭവങ്ങള്, കൂട്ടായ്മകള് ഒക്കെ എന്റെ ജീവിതത്തിൽ ലഭിച്ചത് എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. അത് എന്റെ സുവിശേഷ തുടർന്നുള്ള നാളുകളിലുള്ള സുവിശേഷ വേലയ്ക്ക് അതൊരു അനുഗ്രഹമായി തീരും എന്നതിനേക്കാൾ അപ്പുറമായി എൻ്റെ ജീവിതത്തിന് അതൊരു അനുഗ്രഹമായിരുന്നു. എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ തുടർന്നുള്ള ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ഹല്ലേലൂയ ഈ ദൈവവചനം പഠിക്കുന്നത്, ഒരു കുടുംബ ജീവിതം നയിക്കുന്നത്, ഹല്ലേലൂയ ഒരു ഭവനത്തിൽ കടന്നു ചെന്നാൽ എങ്ങനെ ജീവിതം നയിക്കണം, ഹല്ലേലൂയ സമൂഹത്തിലെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന കാര്യങ്ങളില് ഞങ്ങളെ ആ ദൈവവചനം പഠിച്ചിരുന്ന ശ്രേഷ്ഠമായ കർത്തൃദാസന്മാര് ആണ് പഠിപ്പിച്ചത്. അവരിൽ നിന്നുള്ള അനുഭവങ്ങളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പങ്കുവെച്ചതായ ദൈവവചനങ്ങൾ ഇന്നും മറന്നുപോയിട്ടില്ല. ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴെല്ലാം ഈ ദൈവവചനമാണ് ഹൃദയത്തിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത്. ഈ ദൈവവചനമാണ് ബുദ്ധി ഉപദേശിക്കുന്നത്. ഈ പഠിച്ച വചനങ്ങൾ എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീർന്നു. വചനം പഠിച്ചതിന് ശേഷം ഞങ്ങൾ ആ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കൂട്ടായ്മകൾക്കും കടന്നുപോയി. വളരെ ആത്മീയമായി സ്വർഗീയ സന്തോഷം, അത്രയും നാൾ അവിടെ കഴിഞ്ഞ സമയങ്ങൾ എന്ന് പറഞ്ഞ സ്വർഗീയ സന്തോഷം. അവിടെ വിട്ടു പോകുമ്പോൾ ഞങ്ങളെല്ലാം കരഞ്ഞുകൊണ്ടാണ് പോയത്. കൂട്ടുകാരുമൊത്ത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് കടന്നുപോയി. സ്കൂളിൽ പഠിച്ച സമയത്ത് വളരെ അനുഭവങ്ങളുണ്ട്. ഓരോ ആവശ്യങ്ങളുടെ മുഖത്തും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ആവശ്യം വരുമ്പോൾ ഞങ്ങളുടെ വീട് പുനലൂരിലായതുകൊണ്ട് ഒത്തിരി ദൂരം വീട്ടിൽ നിന്നും പേരൻസ് ഒക്കെ വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുവാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരം ഹല്ലേലൂയ സ്തോത്രം അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു ഞങ്ങൾ ബൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മീറ്റിങ്ങിന് പോകണമെന്ന് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു. മീറ്റിംഗ് എല്ലാ സൺഡേയിലും ഓരോ ചർച്ചകളിലാണ് ആരാധനയ്ക്ക് കൊണ്ടുപോകുന്നത്. അന്ന് ഈ സൺഡേയില് ഞങ്ങൾ 14 പേരുടെ പേര് പറഞ്ഞു. ഈ 14 പേരുടെ പേരിടയിൽ എന്റെ പേരും ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ ഞാൻ അന്ന് മീറ്റിങ്ങിന് പിറ്റേ ഞായറാഴ്ച ആ സൺഡേയിൽ ആരാധനയ്ക്ക് പോരണമായിരുന്നു. അപ്പൊ എന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ആന്റൻ ആന്റിയോട് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു എന്തുകൊണ്ടാണെന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അല്പം പൈസ വേണം, വണ്ടിക്കൂലിക്ക് അല്പം പൈസ വേണം, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, എന്റെ അടുത്ത ഒരു ഫ്രണ്ടിനോട് മാത്രം പറഞ്ഞു, മോളെ അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല, നിങ്ങളെല്ലാം പോയിക്കോ. എന്ത് ചെയ്താ അവര് സമ്മതിക്കത്തില്ല. ബീനായും വന്നേ പറ്റൂ എന്നിങ്ങനെ അവരെ വളരെ നിർബന്ധിച്ചു തന്നെ. അപ്പൊ ഞാൻ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞു. അപ്പൊ ഇന്ന് വരെ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന ദൈവം എനിക്കത് മറക്കാൻ കഴിയത്തില്ല. എനിക്ക് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ നീ കഴിവുള്ള ദൈവമാണ്, ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വരെ ഞാൻ അങ്ങേ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ ദൈവത്തോട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അവരുടെ നിർബന്ധപ്രകാരം ഞാൻ സമ്മതിച്ച് എന്റെ കൂട്ടുകാരി പറഞ്ഞു, പിന്നെ ഞാൻ തന്നോളാം എന്നെല്ലാം പറഞ്ഞു. അവരെന്നെ അന്ന് ആ സൺഡേയിൽ ആരാധനയ്ക്ക് കൊണ്ടുവന്നു. ആ ചർച്ചിൽ ആരാധനയ്ക്ക് കൊണ്ടുപോയി വളരെ സന്തോഷത്തോടെ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് ഞങ്ങൾ അവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടി സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ആ ചർച്ചിൽ ഒരു അമേരിക്കൻ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആ ദേവദാസന് ഇങ്ങനെ പറഞ്ഞു, ഹൈസ്കൂളിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചർച്ചിലെ ദേവദാസനുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇന്നിവിടെ കടന്നു വന്നവർക്കെല്ലാം
ഇത്ര ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത്രയും ദിവസം ഞങ്ങൾക്ക് ഒരു എമൗണ്ട് ഞങ്ങൾക്ക് തുടർന്ന് വേണം മുമ്പോട്ട് പോകാൻ. ഞങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ വേണം. അത്രയും പേരും സത്യത്തിൽ അന്ന് ഭാരപ്പെട്ടിരിക്കുകയാണ്. അത്രയും പേർക്കും ആവശ്യമുള്ള ഓരോരുത്തർക്കും ഇത്ര രൂപ വെച്ച് ഇന്ന് ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത്രയും പൈസ ഏറ്റവും വിലപ്പെട്ടതാണ്. ഓരോരുത്തർക്കും അത്രയും പൈസ വെച്ച് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആ ദേവദാസനും ആ ചർച്ചിലെ ദേവദാസനും കൂടെ ഞങ്ങളെ സഹായിക്കുവാൻ കർത്താവ് അവരെ ഉപയോഗിച്ചു. എന്തുകൊണ്ടെന്നാൽ ഒരുപക്ഷെ ഞാനും എൻ്റെ ആ കൂട്ടുകാരും ഒക്കെ ഹൃദയം പൊട്ടി ദൈവസന്നിധി കരഞ്ഞു, ആവശ്യങ്ങളുടെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചു. അത് കർത്താവ് കണ്ടതാണ്. സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ആ പൈസ ഞങ്ങളുടെ കരങ്ങളിൽ അന്ന് കിട്ടുവാനിടയായി തീർന്നു. ദൈവം ഇവിടെ കരുതി വെച്ചിട്ടാണ് ഞങ്ങളെ ഇവിടെ വിളിച്ചുകൊണ്ടുള്ളത്. അതൊക്കെ വളരെ ഒരു അനുഭവമാണത്. എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് ഞാൻ ദൈവം ചെയ്ത് വലിയൊരു ഉപകാരമായിട്ടാണ് ഞാനത് ഓർക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ആന്റി എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പെട്ടെന്ന് ഓർത്ത് എനിക്ക് ദൈവം ചെയ്ത അത്ഭുതം പറയാതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ദൈവം നടത്തിയ വിധങ്ങളെ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഹൃദയ നുറുക്കത്തോടെ ദൈവത്തോട് നമ്മുടെ ആവശ്യം ഒരപ്പനോട് പറയുന്നത് പോലെ ഇരുന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ ആവശ്യം അറിഞ്ഞ് നമുക്ക് വേണ്ടി ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ആവശ്യം അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. മനുഷ്യനെ ആശ്രയിക്കാൻ പോകണം. അത് എനിക്ക് പക്ഷേ വേണമെങ്കിൽ ഒരു കൂട്ടുകാരോട് കടം ചോദിക്കാം, അല്ലെ വീട്ടിൽ വിളിച്ചു പറയാൻ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ പൈസ ഉണ്ടാക്കാം. പക്ഷെ ആവശ്യം അറിയുന്ന ഒരു ദൈവത്തോട്, നമ്മളെ അറിയുന്ന ആ ദൈവത്തോട് നമ്മുടെ ആ ഭാരം പങ്കുവെച്ചാൽ സ്വർഗത്തിലെ അപ്പനെ നമ്മളെ ഹല്ലേലൂയ സഹായിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. ഇന്ന് വരെ ഞങ്ങളത് അനുഭവിച്ചിട്ട് ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് ഞാനത് കണ്ട് അനുഭവിച്ചറിഞ്ഞിട്ട് എൻ്റെ അമ്മ പലപ്പോഴും ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നത്, ആവശ്യഭാരങ്ങളൊക്കെ വരുമ്പോഴേ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുവാനിടയായി തീരുന്നുണ്ട്. പിതാവ് അതിലെ വിശ്വാസത്താൽ കാൽച്ചുവടുകൾ വെച്ച വ്യക്തിയാണ്. വിശ്വാസത്തോടെ ചുവട് വയ്ക്കും. മാതാവ് ദൈവസന്നിധി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ആവശ്യഭാരങ്ങളുടെ നടുവില്. അങ്ങനെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ആ ഓടിട്ട വീട്, അപ്പം അവിടുത്തെ ആ ഓട് ഇങ്ങനെ ഓടിനൊക്കെ പൊട്ടലൊക്കെ സംഭവിച്ചു, പട്ടികയൊക്കെ ദ്രവിച്ചു തുടങ്ങി, ആ ഓട് ഇങ്ങനെ ചോരാനൊക്കെ തുടങ്ങി, വീണ്ടും പെര ഇങ്ങനെ അതിങ്ങനെ പഴയതായി തുടങ്ങിയല്ലോ. അങ്ങനെ ആ ഓടിട്ട പെരയിലാണ് എൻ്റെ സഹോദരിയുടെ വിവാഹവും എൻ്റെ വിവാഹങ്ങളും ഒക്കെ നടന്നത്. അപ്പോഴെന്റെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, കർത്താവെ ഈ ഓടിട്ട ഈ ചോർച്ചയൊന്ന് മാറ്റില്ല. അപ്പം പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഭവനത്തിനകത്ത് വെള്ളം വീഴും, ചോർച്ചയുണ്ടായി. അപ്പൊ അമ്മ പറയും ഈ ചോർച്ചയൊന്ന് മാറ്റി തന്നാൽ മതി. ഓട് വാർക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഈ ചോർച്ചയൊന്ന് മാറ്റി തന്നാൽ മതി കർത്താവെ ഇങ്ങനെ അമ്മ പറയുമായിരുന്നു. ഒരു അടുക്കളയും വേണം. ഇതൊക്കെ എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ കർത്താവിനോട് ചോദിക്കാറുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ പിതാവ് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് വിശ്വസ്തനായി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. ഒത്തിരി സമ്പത്ത് ആഗ്രഹിക്കുകയോ ലഭിക്കുന്ന നന്മകൾ മുഴുവനും കർത്താവിന്റെ വേലയ്ക്ക് ചെലവിടുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ പിതാവിനുള്ളത്. സാധുക്കളായിരിക്കുന്നവരെ കാണുമ്പോൾ ലഭിക്കുന്ന നന്മ അവർക്ക് കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടും. കർത്താവിന്റെ വേലയ്ക്ക് ഏതെല്ലാം ആവശ്യങ്ങളുണ്ട് അതെല്ലാം ചെലവഴിച്ചതിന് ശേഷമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ തരികയുള്ളൂ. അത് കർത്താവിന്റെ അവിടെ സ്വർഗത്തെ നിക്ഷേപിക്കുക. അങ്ങനെ അതിന്റെ നിമിത്തം ഞാൻ പറയട്ടെ, എൻ്റെ ആ ഭവനത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആരോടും എൻ്റെ പിതാവ് പറയില്ലായിരുന്നു. പക്ഷെ എൻ്റെ പിതാവിനെ അറിയാവുന്ന ഒരു കർത്തദാസൻ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ഈ അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, ദേവദാസനെ ഈ ഭവനം പൊളിച്ചു പണിയണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ, ഇതുപോലും എൻ്റെ പിതാവ് പറയുന്ന ഒരു ശൈലി ഇതാ, ഇതുപോലും ഇല്ലാത്ത എത്രയോ പേരുണ്ടെന്നറിയാമോ, എത്രയോ പേര് കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്ന് അറിയാമോ എന്ന് പറയും. അങ്ങനെ ആ ദേവദാസന്റെ നിർബന്ധത്തിന് വഴങ്ങി ഭവനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ആ ദേവദാസൻ നിർബന്ധിച്ചതിന്റെ പ്രകാരം ആ ഭവനം അവിടുന്ന് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ തന്നെ ഒരു പുതിയ ഭവനം കർത്താവ് നൽകി തരും. വാർത്ത ഒരു ഭവനം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി തരുവാനിടയായി തീർന്നു. അതിനുള്ള വഴി സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. അപ്പോൾ കർത്താവിന് വേണ്ടി ചിലവിടുന്നതിനോ ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. എന്നാൽ ഇതിനു മുമ്പ് ദേവദാസന്മാർ ഭവനത്തിൽ വരുന്നവര് ഞങ്ങളോട് പറയുമ്പോൾ, ഇവിടെ ഈ ഭവനമല്ലല്ലോ, ഇവിടെ ഒരു വാർത്ത വീടാണല്ലോ കാണുന്നത്. അപ്പൊ ഞങ്ങൾ പറയും,
പോയി. എവിടെ നിന്ന് സംഭവിക്കാനോ, എങ്ങനെ ഇത് നടക്കും? ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്, എന്റെ സഹോദരൻ കുഞ്ഞ് വളർന്നു വരുന്നതേ ഉള്ളൂ. ഏത് സമയത്തൊക്കെ പപ്പ കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നു, അതൊക്കെ നടക്കുന്ന കാര്യമാണ് എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. വാക്ക് പറഞ്ഞാൽ ഹല്ലേലൂയ നിറവേറ്റുന്ന ദൈവമാണ്. ദൈവം വിശ്വസ്തനാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവിടെ വാർത്ത വീട് തന്നെ കർത്താവ് നൽകി തരുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഞങ്ങൾക്ക് അവിടെ ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമാണ് ദൈവമായ കർത്താവ്. എന്റെ പിതാവ് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുന്നതിന് മുമ്പേ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൽ വിശ്രമിച്ചതിന് ശേഷമാണ് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ സന്നിധി ചേർത്തത്. ഹല്ലേലൂയ അങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് എന്റെ പിതാവിന്റെ ദൈവമായ കർത്താവ് സഹായിച്ചു. വളരെ ഇറങ്ങിയ സമയം ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചു. ഒരു പാസ്റ്റർ അല്ല, ഒരു സഞ്ചാര സുവിശേഷകനായിട്ടാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. അനേക ഇടങ്ങളിൽ കടന്നുപോയി. എങ്ങനെയെല്ലാം കർത്താവിന്റെ ഉയർത്താമോ 4 പേരെ ഒരുമിച്ച് കാണുവാതെ അവിടെ നിങ്ങൾ അരസുഖം നടത്തും. അല്ലെങ്കിൽ അതുപോലെ തന്നെ 6 കർത്താവിന്റെ ഭവനത്തിൽ ഒരു ദിവസം ഭവനത്തിൽ നിന്ന് പോകാതിരുന്നാല് അവിടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വഴിയെ റോഡേ കൂടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരെ വിളിച്ചിട്ട് ചോദിക്കും. അവരെ വിളിച്ചിട്ട് ഭവനത്തിലേക്ക് വരുത്തിട്ട് അവരോട് സുവിശേഷം പറയും. അല്ലെങ്കിൽ അവിടെ ഇരുന്നോട് ചോദിക്കും, സ്വർഗത്തിൽ പോകണ്ടായോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയാതെ എന്റെ പിതാവ് ഉറങ്ങുകയില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആവതുള്ളിടത്തോളം ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ഉപദ്രവങ്ങൾ ഏറ്റിട്ടുണ്ട്, നിന്ദകൾ ഏറ്റിട്ടുണ്ട്, അപമാനങ്ങൾ ഏറ്റിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ജീവിതത്തില് ഒരുപാട് ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ ഭവനത്തിൽ വന്ന് പറയും. ചില സമയങ്ങളൊക്കെ ഞങ്ങളെ വിളിക്കുമ്പോൾ പറയുവാനിടയായി തീരും, മോളെ പ്രാർത്ഥിക്കണം, ഞാനിങ്ങനെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തി, ഏത് സമയവും ഉപദ്രവേൽക്കാം എന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ പറയും, ഇല്ല പപ്പ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, കർത്താവ് ഹല്ലേലൂയ സൂക്ഷിക്കും എന്ന് പറഞ്ഞ് എന്നാൽ ഭയമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുന്നതാണ് നമ്മളോട്. അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ വിളിച്ചു പറയാനിടയായി തീർന്നു. കർത്താവിന് വേണ്ടി അവോളം ഹല്ലേലൂയ അധ്വാനിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. എവിടെയെങ്കിലും ഉപദ്രവം സഹിച്ചത് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ ബീനായ്ക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് സഹിച്ചത്. ഓക്കെ. പിന്നെ ഞങ്ങള് ഒരു ദിവസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാന്, ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. എന്റെ പിതാവ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നു, ഞാനും മാധവും പുറകെ സീറ്റിരിക്കുന്നു. പപ്പ എന്താ ചെയ്ത് ഇരിക്കുന്ന സമയം തന്നെ ബസ്സിൽ ഇരുന്ന് ഉറച്ചിരുന്ന് പാട്ട് പാടി. അങ്ങനെ നല്ല ശക്തമായി പാട്ട് പാടിക്കൊണ്ടിരുന്ന് കാണാം. പപ്പായുടെ അടുക്ക വേറൊരു എന്താ പറയുക സ്നേഹിതനായിരിക്കാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പാട്ട് പാടുന്നതായിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു ഇറിറ്റേഷൻ തോന്നി. അപ്പം പാടിക്കൊണ്ടിരുന്നു. അപ്പൊ ആദ്യമേ ഒന്ന് ഞോണ്ടി അത് നിർത്താനായിട്ട് പറഞ്ഞു. അപ്പം പാടി നിർത്തിയില്ല, പിന്നെ പാടാൻ തുടങ്ങി. ആ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ നുള്ളി എടുക്കുന്നത്, അതുപോലെ കയ്യിലിട്ട് നുള്ളുക, നല്ലതായിട്ട് നുള്ളി ഇങ്ങനെ എടുക്കുന്നു. പക്ഷെ പപ്പ അനങ്ങുന്നതേ ഇല്ല. ആ പാട്ട് ഇങ്ങനെ തുടങ്ങും. ഞങ്ങളിത് കണ്ടോണ്ടിരിക്കും, ഞാനും എന്റെ അമ്മയും പുറകിൽ നിന്ന് കണ്ടോണ്ടിരിക്കും. കർത്താവിന്റെ നാമനിമിത്തമല്ലേ പാട്ട് പാടും. നമുക്ക് ആ സ്നേഹിതനോട് നിങ്ങൾ എന്തിനാ അത് ചെയ്യുന്നത് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഞങ്ങളൊന്നും ഇണ്ടാതെ ഞങ്ങൾ അവിടെ ഇരുന്നു നുള്ളിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം ബസ് നിർത്തി എന്റെ പിതാവ് ഇങ്ങനെ ഇറങ്ങി. അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയങ്കര ദേഷ്യം. ഈ പാട്ട് അദ്ദേഹത്തിന് പിടിക്കുന്നില്ല. ബസ് നിർത്തി. അപ്പൊ ഇത് കുറച്ചു പേര് കാണുന്നുണ്ടായിരുന്നു, ബസ്സിൽ നിന്ന് ആൾക്കാരൊക്കെ കുറച്ചു പേര് കാണുന്നുണ്ടായിരുന്നു. ഞങ്ങള് ബസ്സിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും ഇറങ്ങിയപ്പോൾ വേറൊരു സഹോദരനെ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി? അദ്ദേഹം പാടിയത് അദ്ദേഹത്തിന് സമാധാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചതായ സന്തോഷം ഒരു പാട്ട് പാടി. അദ്ദേഹം അവരെന്താ ചീത്ത വിളിച്ചതല്ലല്ലോ, പാട്ട് പാടിയതല്ലേ. നിങ്ങൾ എന്തിനാ ഇത് അദ്ദേഹത്തിന് ഉപദ്രവിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. അത് ബസ്സിലാണോ പാടുന്നത്? അത് ലഭിക്കുന്നിടത്തൊക്കെ പാടിയത്. എന്നിട്ട് അപ്പൻ അവിടെ നിന്ന് ഞങ്ങള് പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, നമുക്ക് അദ്ദേഹത്തിനോട് അപ്പം പറഞ്ഞു മിണ്ടണ്ട, ഒന്നും പറയണ്ട. എന്നിട്ട് സ്തോത്രം പറയാം, ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. അത് അവരോടൊന്നും ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് ഒരു പ്രതികാര ബുദ്ധിയോടും അദ്ദേഹത്തോട് ഇടപെട്ടില്ല. അദ്ദേഹം സമാധാന വാക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോരുകയും ചെയ്തു. അവിടെ അദ്ദേഹത്തിന് പക്ഷെ ആൾക്കാരെല്ലാം അദ്ദേഹത്തിനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. അങ്ങനെ ആ ഒരു വിഷയം എന്റെ കണ്ണുകൊണ്ട് കണ്ടു. പിന്നെ അല്ലാതെ എന്റെ പപ്പായുടെ മരണശേഷം ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞ ഒരു അനുഭവം കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അല്ലാതെ എന്റെ പിതാവ് വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉപദ്രവമേൽ ഏറ്റ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു ദൈവദാസൻ വന്ന് പറഞ്ഞ കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ എന്റെ പിതാവ് ചേർത്തതിന്റെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്റെ ഭവനത്തിലേക്ക്
ഞങ്ങളുടെ ആ സെന്ററിലുള്ള കർത്തദാസന്മാര് ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ പപ്പ ആരായിരുന്നെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്കറിയാമല്ലോ കർത്താവിന്റെ വേലയിലായിരുന്നു. അന്നേരം പറഞ്ഞു, മോളെ ഞങ്ങളിങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്തു കൊണ്ടിരുന്നപ്പോൾ രാത്രി സമയമാണ്, രാത്രി 12 മണിയോ മറ്റോ ആയി. ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ പപ്പ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു. ആരും യാത്രക്കാരും ആരുമില്ല, വാഹനങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പപ്പ ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം പെട്ടെന്ന് ഉദാശ എന്ത് പറ്റി ഇതെവിടെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. വണ്ടി നിർത്തി. അപ്പം പറഞ്ഞു, അങ്ങനെ ബസ് വണ്ടി നിർത്തി എന്റെ പപ്പായെ അവരുടെ വാഹനത്തെ കയറ്റി ദേവദാസന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. അന്നേരം കർത്തദാസന്റെ ഭവനത്തിൽ വന്നപ്പോഴാണ് പറഞ്ഞത്, അന്നേരം എന്തുവാ മുകളിൽ തൊട്ട് ഈ പാൻറ് ഇട്ടിരിക്കുകയാണ്. അന്നേരം ദേവദാസനെ പാൻറ് പൊക്കി കാണിക്കുവാനിടയായി. പാൻറ് മുകളിലോട്ടാക്കിയിട്ട് പറഞ്ഞു, ദേവദാസനെ ഇവിടുന്ന് താഴെ വരെ. അവിടെ നിന്ന് ദൈവജനം പപ്പ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് കുറച്ചു പേര് സുവിശേഷ വിരോധികൾ വന്ന് പപ്പായെ ഉപദ്രവിക്കുവാനിടയായി തുടങ്ങി. അടിച്ചു, മുട്ടിന് താഴെ അടിച്ചു, കാല് ഒരുപാട് ഉപദ്രവമേറ്റിട്ട് അടിയേറ്റ പാടുകൾ ഒരുപാട് കണ്ടു ദേവദാസന്മാര്. അപ്പം പറഞ്ഞു, ഞാൻ സുവിശേഷം പ്രസംഗിച്ചു നിന്നപ്പോൾ അവരെന്നെ അടിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ദേവദാസനെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കാലിൽ എണ്ണയൊക്കെ ഇട്ട് ഇന്നിവിടെ വിശ്രമിക്കുക ദേവദാസനെ എന്ന് പറഞ്ഞ് ഞങ്ങളോട് കണ്ണു പറഞ്ഞുകൊണ്ടാണ് ദേവദാസനെ പറയാനിടെ തെരഞ്ഞെടുപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് രാത്രി പപ്പ അവിടെ വിശ്രമിച്ചു. എന്നാൽ 6 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ദേവദാസനെ വന്ന് പപ്പ വിശ്രമിക്കുന്നിടത്ത് വന്ന് നോക്കിയപ്പോൾ എന്റെ പിതാവിനെ കാണുന്നില്ല. എന്തിയാ ദേവദാസൻ എന്ന് പറഞ്ഞു. അവിടെ നിന്നോ നമ്മളോട് പറയാതെ പോയോ എന്നും പറഞ്ഞു പോയി. ഇങ്ങനെ അവരിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ പപ്പ കയറി ചെല്ലുന്നു. ദേവദാസൻ എവിടെ പോയി, ഞങ്ങളോട് പറയാതെ പോയോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞതാണ്, ദേവദാസനെ ഞാന് അന്നേരം പ്രസംഗിച്ചെടുത്ത് എനിക്ക് മൊത്തം പറയാൻ പറ്റിയില്ല. ഞാൻ അവിടെ തന്നെ പോയി നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ പോയതാണ്. ഞാൻ എൻ്റെ യേശുവിനെ കുറിച്ച് അവിടെ തന്നെ പോയി നിന്ന് ഒരു പരസ്യയോഗം നടത്താൻ പോയതാണെന്ന് പറഞ്ഞു. അവിടെ പോയി നിന്ന് മുഴുവനും സുവിശേഷം പരസ്യയോഗം നടത്തിയിട്ട് ഹല്ലേലൂയ ദേവദാസന്റെ ഭവനത്തിലേക്ക് കടന്നു വീഴാനിടയായി തീർന്നു. ഈ ഒരു അനുഭവം പറഞ്ഞ് എനിക്ക് അന്ന് കേട്ടപ്പോൾ വളരെ ഒത്തിരി സങ്കടം. അത് മരണശേഷമാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. ഞങ്ങളോടൊന്നും വന്നും പേഴ്സണലായിട്ട് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് അന്ന് പറയാനുള്ള സമയം കിട്ടിയിട്ടില്ലല്ലോ. ഞങ്ങളെയൊക്കെ വിവാഹം കഴിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അനുഭവം ദേവദാസൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ നിന്നും പപ്പ ഇങ്ങനെ വാഹനത്തില് ഒരു വാഹനം വന്നു. അത് കയറി പോവുക, ടൗണിലോട്ട് പോവുക. കയറി പോയി വാഹനം ഇടിച്ചു. വാഹനം ഒരു തെങ്ങേ ചെന്ന് ഇടിച്ചു. അപകടം സംഭവിച്ചു. പിതാവിന്റെ 6 വാരിയലിന് പൊട്ടലുണ്ടായി, ഒരു തോളലിനും പൊട്ടലുണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. ആ സമയത്ത് എന്റെ മാതാവിനെ വിവരം അറിയിച്ചു. അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. എന്നാൽ ആ സമയം ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ പോകുന്ന സമയം വരെയും എന്റെ പപ്പ അന്യഭാഷ പറയുക. വേദന കൂടി നിലവിളിക്കും. വേദന ഭയങ്കരമാണ്. 6 വാരിയിലൊരു പൊട്ടലെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണല്ലോ. ഒരല്പമെങ്കിലും പൊട്ടലോ മുറിവോ സംഭവിച്ച സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. ആ സ്ഥാനത്ത് എന്റെ പിതാവ് വേദന വരുമ്പോൾ അന്യഭാഷ പറഞ്ഞു. വാഹനത്തിൽ ഉറക്കെ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. മെഡിക്കൽ കോളേജില് 28 ദിവസക്കാലം കിടന്നു. ആ വേദന സഹിച്ചുണ്ട്. പക്ഷെ അല്പം ഒരു ആശ്വാസം ലഭിച്ചപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയ സാഹചര്യത്തിൽ വരുന്ന ഡോക്ടേഴ്സിനോട് യേശുവിനെ കുറിച്ച് പറയുക. കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തത്തില്ല. അവിടെ എന്റെ പിതാവിനെ കാണാൻ ചെല്ലുന്ന ദേവദാസന്മാരെല്ലാം പറഞ്ഞാൽ അവിടെ ആളില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നടന്ന് അവിടെയുള്ള പേഷ്യൻസിനോട് പറയാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം കർത്താവിനെ കുറിച്ച് അവിടെ എല്ലാം പങ്കുവച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, രോഗം വന്നാലും പ്രതിസന്ധികൾ വന്നാലും എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നെന്ന് പറഞ്ഞാലും യേശുവിനെ ഉയർത്തുവാൻ ഒരു മടിയും എന്റെ പിതാവ് കാണിച്ചിട്ടില്ല. മരണസമയത്തിന് മുമ്പ് 27 ദിവസത്തിന് മുമ്പ് വരെയും കർത്താവിനെ ഉയർത്തിയ ഒരു പിതാവാണ് എന്റെ പിതാവ്. ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നതിന്റെ തലേ ദിവസം ശ്വാസം മുട്ടലിന്റെ കുറച്ച് നാളുകൾ മുമ്പേ എന്റെ പിതാവിന്റെ ചെറുപ്പത്തിൽ തന്നെ ആസ്മയുടെ പ്രയാസം ബുദ്ധിമുട്ടുണ്ട്. അപ്പം മരുന്നുകളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടൊന്നും മരുന്ന് കഴിക്കത്തില്ല. അത് അത്യാവശ്യം കൂടുമ്പോൾ മാത്രം മരുന്ന് കഴിക്കും. അങ്ങനെ തുടർമാനൊന്നും മരുന്ന് കഴിക്കാതൊക്കെ ഇങ്ങനെ കഴിക്കുന്നതിന്റെ ഫലമായിട്ട് ഇൻഫെക്ഷൻ ഒക്കെ, ലങ്സിന് ഇൻഫെക്ഷൻ ആയി. അപ്പം വീട്ടില് ഞങ്ങളും അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴും ഒരു
ബാഗ് നിറയെ ട്രാക്ട് കൈ കരുതിയിട്ടുണ്ട്. നടക്കാൻ കഴിയത്തില്ല എങ്കിലും അപ്പം ഒരുങ്ങുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അമ്മയെ ചോദിക്കും, എന്തിനാ ഇതെടുത്ത്, നടക്കാൻ വയ്യ എങ്കിലും എന്തിനാ ഇതെടുക്കുന്നത്, എന്തിനാ, അതവിടെ ഇരിക്കട്ടെ, പറ്റത്തില്ല, അതെടുത്ത് ആരും പറഞ്ഞാലൊന്നും അതൊന്നും അംഗീകരിക്കത്തില്ല. അത് ബാഗിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വയ്യാങ്കിലും ഇത് നിങ്ങൾ പിടിച്ചോ, തീരെ വയ്യാതാകുമ്പോ ഇതൊന്ന് പിടിച്ചോളാൻ പറയും. എന്നിട്ട് ആ ബാഗിൽ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹല്ലേലൂയ സ്തോത്രം. ആ വാർഡില് ഡോക്ടറെ കാണാൻ ഇരിക്കുക, പക്ഷെ ആ വാർഡിൽ ഇരിക്കുന്ന എല്ലാവരുടെയും കയ്യില് ഹല്ലേലൂയ ബാഗ് ട്രാക്ട് കൊണ്ടുവന്ന് കൊടുത്തു. അവിടെ കൊടുത്തിട്ട് ശേഷം എന്റെ സഹോദരന്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു, അവളോട് പോകാൻ പറ്റാത്തടത്തൊക്കെ പറഞ്ഞു ഇത് കൊണ്ട് കൊടുക്കാൻ അമ്മയോടും പറഞ്ഞു. അങ്ങനെ അവിടെ ട്രാക്ട് കൊടുത്തതിന് ശേഷമാണ് എന്റെ പിതാവ് ലാസ്റ്റ് സുവിശേഷീകരണമാണ് അന്ന് ചെയ്തത്. എന്നിട്ടാണ് അന്ന് ഹോസ്പിറ്റലിൽ പോയത്. എന്നിട്ട് അന്ന് രാത്രിക്ക് വീട്ടിൽ വന്നതിന് ശേഷമാണ് പെട്ടെന്ന് ശ്വാസമുട്ടലുണ്ടായി, ഓക്സിജൻ കിട്ടാതെ വന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവര് തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവിടെ ICUവിൽ 27 ദിവസം ICUവിൽ കിടക്കുവാനിടയായി തീർന്നു. വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി അവിടെ 27 ദിവസം കിടന്നു. എന്നാൽ ആ ദിവസങ്ങളിലൊക്കെ ഡോക്ടർമാർക്ക് 27 ദിവസം വെന്റിലേറ്റർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയമായ ഒരു കാര്യമാണ്. ഡോക്ടർമാർ പറയും ഇതൊരു വിൽ പവർ ഉള്ള ഒരു വ്യക്തിയാണ്, ഈ പേഷ്യന്റിനെ ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവർ കഴിവിന്റെ പരമാവധി രോഗം കണ്ടുപിടിച്ച് ചികിത്സിക്കുവാനായിട്ട് അവർ നോക്കുവാണ്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സമയമായി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. കർത്താവിന്റെ വേല തികച്ചു. ആ സമയം വരെ ദൈവം എടുത്തു, ഒരു സമയം പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. ഹല്ലേലൂയ സ്തോത്രം. അത് മാത്രമല്ല ഉപവാസത്തിലും അല്പം പോലും കുറവല്ല. ചിലപ്പോ പറയും ഞാനിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, 2-3 ദിവസം ചിലപ്പോൾ വെള്ളം പോലും കുടിക്കാതെ ഉപവാസവും പ്രാർത്ഥനയും ആത്മീയ കാര്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടെങ്കിലും എത്ര വയ്യാങ്കിലും അവിടെ എല്ലാ കൂട്ടായ്മകൾക്കും പോകും. ഞാൻ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയുമായിരുന്നു, നാളെ മാസത്തിലൊരിക്കൽ ഇനി വരണം, നമുക്ക് ഈ ദേശത്തെല്ലാം പോയി ദേശങ്ങളിൽ കയറി 2-3 വീടുകളൊക്കെ കയറി യേശുവിനെ കുറിച്ച് പറയണം. ഈ ഒരു ആഗ്രഹം എന്റെ പിതാവിന്റെ ഹൃദയത്തിലുണ്ട്. എനിക്കത് നിറവേറ്റാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഓർത്ത ഭാരമുണ്ട്. എനിക്ക് പലപ്പോഴും ഭവനത്തിൽ കടന്നുപോയിട്ട് അവിടെ കൂടുതൽ സമയങ്ങളൊന്നും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ ഈ ഭവന അന്തരീക്ഷത്തിലായതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഹൃദയത്തിൽ ആ ആഗ്രഹം അങ്ങനെ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ കർത്താവിന്റെ വേല ആവോളം 73 വയസ്സിൽ കർത്താവിന്റെ സന്ധി ചേർക്കപ്പെടുവാനിടയായി തീർന്നു. എത്രത്തോളം നാളുകളിലും ഓടി നടന്ന് കർത്താവിന്റെ വേല ചെയ്തെടുക്കുവാൻ എന്റെ പിതാവിനെ ദൈവം സഹായിച്ചു. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്നാൽ പിതാവ് വെച്ചു പോയ ചില ഹല്ലേലൂയ ഹൃദയത്തിൽ ചില ആഗ്രഹങ്ങളുണ്ടാകും. ഞങ്ങളൊക്കെ സുവിശേഷം പങ്കുവെക്കണം, എപ്പോൾ വിളിച്ചാലും ഇതാണ് പറയുന്നത്, സുവിശേഷം അറിയിക്കാൻ പോയോ, ട്രാക്ട് കൊടുത്തോ, ഭവനങ്ങൾ കയറി വിസിറ്റ് ചെയ്തോ, ഇതാണ് എന്നോട് ചോദിക്കുന്നത്. സുവിശേഷ വേല ചെയ്യണം, ആരോടും അതേ പറയത്തുള്ളൂ, കർത്താവിന്റെ വേല ചെയ്യണം. ഈ ലോകത്തിൽ നേടുന്നത് ഒന്നുമല്ല സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് നേടുന്നതിനല്ല പ്രതിഫലം കിട്ടുന്നത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടുന്നത് കർത്താവിന്റെ വേല ചെയ്യുന്നതിനാണ്. ദൈവസന്നിധി അനേകരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഇതിനാണ് പ്രതിഫലം കിട്ടുന്നതെന്ന് എല്ലാവരോടും എന്റെ പിതാവ് പറയുമായിരുന്നു. അത് ആരെ കണ്ടാലും അവരെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തി എടുക്കും. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയായിരുന്നു എന്റെ പിതാവിനെ പിന്മാറ്റക്കാരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനൊക്കെ കർത്താവ് ഒരുപാട് വില കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവം ഞങ്ങൾക്ക് തരുന്ന ഞങ്ങളുടെ ഭവനത്തിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ കൊടുക്കുന്ന നന്മകള് ഹല്ലേലൂയ അവരെ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്കും പിന്മാറ്റത്തിലേക്കും പോയവരെ നേടുവാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് ചെലവഴിക്കുവാൻ വേണ്ടി എന്റെ പിതാവ് ചെലവഴിച്ചിട്ടുണ്ട്. അവന്റെ സ്തോത്രം. അതൊക്കെ സ്വർഗത്തിൽ നിക്ഷേപമുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കത് അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഭൂമിയിൽ ഒത്തിരി സമ്പാദിച്ചിട്ടൊന്നുമില്ല, കർത്താവിന്റെ വേല ചെയ്ത് ഒത്തിരി സമ്പാദിച്ചിട്ടൊന്നുമില്ല. കർത്താവിന്റെ വേല വിശ്വസ്തയോടെ ചെയ്തു തീർക്കുക ദൈവം സഹായിച്ചു. അതിലുപരിയായി ദൈവകൃപയിൽ ഞങ്ങളെ വളർത്തിയെടുക്കുവാൻ കർത്താവ് ഞങ്ങളുടെ പിതാവിനും മാതാവിനും സഹായിച്ചു. അതുപോലെ തന്നെ മാതാവിന്റെ ജീവിത അനുഭവങ്ങൾ ഒന്ന് ഞാൻ പങ്കുവെച്ചോളട്ടെ. സമയം കടന്നുപോയോ? മാതാവ് ഇല്ല വീണ പറയാൻ സമയമുണ്ട്. എത്ര സമയത്തേക്കാണ്? സമയമുണ്ട് ബീനായിക്ക് എല്ലാം പറയാം, സാക്ഷ്യമെല്ലാം. അപ്പൊ മാതാവിനാണെങ്കിൽ ശരീരത്തിന് ഒരു രോഗം പിടിച്ചു. 10 വർഷങ്ങൾക്ക് മുമ്പ് മാതാവിന് ഹാർട്ട് സംബന്ധമായ ഒരു രോഗത്തിന് ഇടയായി, രോഗം ബാധിച്ചു. അപ്പൊ കൊളസ്ട്രോൾ ചെയ്ത് നോക്കിയപ്പോൾ അല്പം കൊളസ്ട്രോൾ കൂടുതലാണ്. ശരീരത്തിന് വല്ലാത്ത ഒരു നെഞ്ചുവേദന പോലെ അനുഭവപ്പെട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോക്കോ, ഈ പേഷ്യന്റിന് ഇപ്പോൾ വേണമെങ്കിൽ എന്ത് സംഭവിക്കാമെന്ന് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു.
എന്നാൽ അനേക ദൈവമക്കള് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ദൈവസഭ അറിയുന്ന ദൈവമക്കൾ, എന്റെ പിതാവിനെ അറിയുന്ന ദൈവമക്കളോടെല്ലാം പറയുമായിരുന്നു. ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞു എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം, ഈ പേഷ്യന്റിനെ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഭവനത്തിലേക്ക് കൊണ്ടുവന്നത്. മാതാവ് വളരെ അസ്വസ്ഥയായി, എപ്പോഴും നെഞ്ചുവേദന നേരിടുക. ഹാർട്ടിലെ ബ്ലോക്ക് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറയുകയാണ്. പക്ഷെ ചെയ്യേണ്ട ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അത് ചെയ്യണമെന്ന് പറയുമ്പോൾ മാതാവിന് ഭയങ്കര പേടിയുണ്ട്, അത് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, വണ്ടാനം മെഡിക്കൽ കോളേജ്, ഈ ഹോസ്പിറ്റലുകളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നു. ആ സമയങ്ങളിലൊക്കെ വേദന വരുന്ന സമയത്തെല്ലാം ദൈവജനം എല്ലാവരും പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കും. ആ ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ വിജയം. ഞങ്ങൾ കൂട്ടായ അനേക ദൈവമക്കളോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്തോത്രം. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം അവിടെ നിന്നൊക്കെ വിടുവിച്ചു. എന്നാൽ സ്തോത്രം, ഞാൻ കരിമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം, നമുക്ക് ബ്ലോക്ക് ഉണ്ടോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ മാതാവിന് ബ്ലോക്ക് ഇല്ല. ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ എന്റെ മാതാവിന് ബ്ലോക്ക് ഇല്ല. ബ്ലോക്ക് ഉണ്ടെന്ന് കരുതി ഒത്തിരി മരുന്നുകൾ കഴിച്ചു. സത്യത്തിൽ ശരീരത്തിൽ വളരെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഇത് സ്വർഗത്തിലെ ദൈവം സൗഖ്യമാക്കിയതാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഫലമായി ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്റെ മാതാവിന്റെ ശരീരത്തിൽ കടന്നു വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു അധിക നാളുകൾ ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്നും ഞങ്ങളുടെ മാതാവിന്റെ ദൈവം ഞങ്ങൾക്ക് ആയുസോടെ നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതൊരു അത്ഭുത സാക്ഷിയാണ്. അനേകരോട് എന്റെ മാതാവിന് ലഭിക്കുന്ന സമയങ്ങളൊക്കെ യേശുവിനെ കുറിച്ച് പറയുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഞങ്ങളുടെ ഭവനത്തിന് ഒരു അനുഗ്രഹമായി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ മാതാവിനെ ദൈവമായ കർത്താവ് ആയുസോടെ ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ ഈ ജീവൻ എടുക്കാൻ പറ്റത്തില്ല, ഈ ആയുസിനെ ഞങ്ങൾക്ക് തന്നേ മതിയാകൂ എന്ന് പല രാത്രികളിലും വേദന കൂടുമ്പോഴെല്ലാം ദൈവത്തോട് പറയും. പക്ഷെ മാതാവ് നിലവിളിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ദൈവത്തോട് പറയും, ഞങ്ങൾക്ക് ഈ മാതാവിനെ തന്നേ മതിയാവും, എടുക്കാൻ പറ്റത്തില്ല. ഇനി അനേകർക്ക് സാക്ഷിയാവും, ഞങ്ങൾക്കൊരു മാതാവായിട്ട് വേണം, ആ ഭവനത്തിൽ ഞങ്ങൾക്കൊരു മാതാവായിട്ട് വേണം എന്ന് ഞങ്ങൾ ദൈവത്തോട് ഉറപ്പിച്ച് ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തോട് ബലക്കാരൻ ആ ജീവനെ ഞങ്ങൾ ഹല്ലേലൂയ പിടിച്ച് ദൈവത്തോട് ചോദിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാവിനെ ആരോഗ്യത്തോടെ നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമെന്ന് അനുഭവിച്ചറിയാം പല സാഹചര്യങ്ങളിലും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. വേദനകളിലൂടെ കടന്നുപോയ അനവധി സാഹചര്യങ്ങൾ അവന്റെ അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തില് ഒക്കെ കടന്നു വന്നു. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ അതിൽ അപ്പന്റെ സന്നിധാനത്തിലിരുന്ന് മുഴങ്കാലം മടക്കി നിലവിളിക്കുമ്പോൾ ആരും തരാൻ കഴിയാത്ത ദിവ്യ സമാധാനം ഹൃദയത്തിലേക്ക് ദൈവം പകർന്നു തന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ആ പ്രതിസന്ധികളിൽ ഞങ്ങളെ വിടുവിക്കുകയും ചെയ്ത ആലൊരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം. അതിനുശേഷം എന്റെ ജീവിതത്തിലേക്ക് ആലൊരു അല്പമായി ഞാൻ കടന്നുകൊള്ളട്ടെ. ബൈബിൾ സ്കൂൾ പഠനത്തിന് ശേഷം ഞാൻ ഞങ്ങളുടെ ദേശത്ത് ഒക്കെ സുവിശേഷ പ്രവർത്തനത്തോളം കർത്താവിന് വേല ചെയ്യണമെന്ന് മാത്രമേ എന്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുള്ളൂ. ആ ദേശങ്ങളില് ഭവനങ്ങളിലെല്ലാം കടന്നു, മിക്ക ഭവനങ്ങളിൽ ഞാൻ കടന്നുപോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മീറ്റിങ്ങുകളൊക്കെ അവിടെ സംഘടിപ്പിച്ച് ചെറിയ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുകയും അനേകം പേര് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ആ ദേശത്ത് അനേകർ ദൈവത്തെ ആ സത്യത്തിൽ ആത്മാവിൽ ഇന്ന് ആരാധിക്കുന്നു. ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ കയ്യെ പിടിച്ചുകൊണ്ട് അനേക ഹൈന്ദവ ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഭവനങ്ങളൊക്കെ ഇന്ന് ജീവിക്കുന്ന ദൈവത്തെ അറിയുന്ന ഭവനങ്ങളാണ്. ഇന്ന് സത്യത്തിൽ അവർ ആത്മാവിലും അവർ ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഒരു കൂട്ടം ആത്മാക്കൾ ഞങ്ങളുടെ ദേശത്തുണ്ട്. ഞങ്ങളുടെ പിതാവ് ഇറങ്ങി തിരിക്കുമ്പോൾ ആരും ആ ദേശത്ത് വിശ്വാസികളായിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ആ ദേശത്ത് അനേകരെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളൊക്കെ ദൈവത്തെ അറിയുവാൻ കർത്താവ് സഹായിച്ചു. എന്റെ മാതാവിന്റെ സഹോദരന്റെ മകൻ ദൈവത്തെ അറിയുവാൻ കർത്താവ് സഹായിച്ചു. അല്ലെങ്കിൽ സഹോദരന്റെ മാതാവിന്റെ സഹോദരൻ ഒരു മകനേ ഉള്ളൂ. ആ കുഞ്ഞിന്റെ ഹൃദയത്തില് ചെറുപ്രായത്തില് എനിക്ക് എന്റെ ഹൃദയത്തിനകത്ത് കുഞ്ഞുപ്രായത്തിൽ ഞങ്ങളെല്ലാവരും കൂടിയിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ആരെ കണ്ടാലും സ്വർഗത്തെ കുറിച്ച് പറയുന്ന ഒരു അനുഭവമുണ്ട്. ഞാൻ കുഞ്ഞു പ്രായത്തില് അവരോട് പറഞ്ഞു, മോനെ സ്വർഗമുണ്ട്. എന്റെ മാതാവിന്റെ സഹോദരിമാരുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ കൂടിയിരിക്കുമ്പോൾ ഞാൻ കൊച്ചു പ്രായത്തിൽ അവരോട് പറഞ്ഞു, മോനെ സ്വർഗമുണ്ട്, സ്വർഗത്തിൽ അവിടെ സന്തോഷമാണ്, പക്ഷെ നരകവും കെടാത്ത തീയും ചാകാത്ത പൂവുള്ള നിത്യ നരകമുണ്ട്. ഇതൊക്കെ അവരോട് കുഞ്ഞു പ്രായത്തിൽ പറഞ്ഞതാണ്. ഈ വചനം ഈ കുഞ്ഞിന്റെ ഹൃദയത്തിൽ കിടന്നു. അവൻ പ്രായമായപ്പോൾ അവന് ദൈവവചനം ഹല്ലേലൂയ ക്രിയ ചെയ്യാൻ തുടങ്ങി. അവന് ചിന്തിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ദേവദാസൻ കടന്നു സുവിശേഷം കൂടെ അറിയിച്ചപ്പോൾ ഈ കുഞ്ഞു പ്രായത്തിൽ വീണതായ ദൈവവചനവും അവന്റെ ജീവിതത്തിൽ മാറ്റം വരുവാനിടയായി തീർന്നു. അവൻ പിന്നീട് ആള് മാറിയവനായി തീർന്നു. അവനൊരു ദൈവ പൈതലായി മാറി. ഹല്ലേലൂയ, ദേവദാസന്മാർ സംസാരിക്കുന്നത് പോലെയാണ് അവൻ ദൈവവചനം പറയുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ദൈവപൈതലായി മാറി. അവനും ഞങ്ങളോടൊപ്പം ഹല്ലേലൂയ ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു.
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ അതിൽ അവിടെ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിപ്പാനായി ദൈവം വിളിച്ചു വേർതിരിച്ചു. അങ്ങനെ അതിനുശേഷം എനിക്ക് 22 വയസ്സായപ്പോൾ എനിക്ക് അവരുടെ വിവാഹം കർത്താവ് ഒരുക്കി നൽകി തന്നു. ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് എന്നെ ഒരു കുടുംബജീവിതം നൽകി തരുവാൻ ഇടയായി തീർന്നു. എന്നാല് കുടുംബജീവിതത്തില് അനുഗ്രഹമായ നിലയിൽ ഞങ്ങൾ ജീവിച്ചു വന്നു. എന്നാല് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചതിന് ശേഷം 1 വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു തലമുറ ഉണ്ടായി. ഈ അനുഭവത്തില് മുന്നോട്ട് പോകുമ്പോൾ തലമുറ ഉണ്ടായപ്പോഴേ ജീവിതത്തിൽ അല്പം വേദനയുടെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ നേരിട്ടത്. എന്തുകൊണ്ടെന്നാല് കുഞ്ഞ് ജനിച്ചപ്പോൾ കരയിലായിരുന്നു. മോന് അല്പം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കരയാതെ വന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. കുഞ്ഞിലൂർ ഹോസ്പിറ്റലായിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തെ കുഞ്ഞിന് ഫിക്സ് ഉണ്ടായി. പക്ഷെ മെഡിക്കൽ കോളേജിൽ അന്നേരം പോയില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഫിക്സ് ഉണ്ടായപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ നിന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അവരുടെ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, എല്ലാ മാതാക്കന്മാരും കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞുങ്ങളോട് കൂടെ വെട്ടേ കിടക്കുന്നു. മാതാവ് അമ്മയും കുഞ്ഞുമായി കിടക്കുന്നു. എൻ്റെ അടുക്ക മാത്രം കുഞ്ഞില്ല. ഒത്തിരി ഹൃദയം കൊടുക്കും. ഒത്തിരി വേദന ഞാൻ ആ സമയത്ത് അനുഭവിച്ചു. പക്ഷെ ദൈവം എനിക്ക് എന്തോ ഹൃദയത്തിനകത്ത് ഒരു സമാധാനം നൽകി തരുന്ന അനുഭവം ഉണ്ടായി. എനിക്ക് സിസേറിയനായിരുന്നു അന്നേരം ചെയ്തത്. പക്ഷെ ആ സമയത്ത് ടെൻഷനൊക്കെ ഉണ്ടായാൽ എന്തെങ്കിലും ബ്ലീഡിങ് ഉള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷെ ദൈവം എനിക്ക് സമാധാനം തരുന്നത് കൊണ്ട് ഒന്ന് എനിക്ക് ആ മനസ്സിനകത്ത് ഞാൻ പതറിപ്പോയില്ല. കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല എങ്കിൽ തന്നെയും ഞാൻ ദൈവത്തോട് ഇങ്ങനെ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ദൈവം എനിക്ക് സമാധാനം തന്നു. ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്നു. ഹോസ്പിറ്റലിലേക്ക് വന്നു. പക്ഷെ അവൻ ആ സമയം മുതൽ ആ സമയത്തെല്ലാം ഭയങ്കര കരച്ചിലാണ്. അവൻ കരഞ്ഞ് 3 മാസം വരെയും കരയുകയായിരുന്നു. ഞാൻ എന്നിട്ട് എന്റെ വിവാഹം കഴിച്ച ഭവനത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. എന്നാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അവരുടെ ദൈവത്തിന്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് ദൈവം അറിയാതെ അല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുമാത്രമല്ല, എന്റെ വിവാഹത്തിന് മുമ്പ് ദൈവം എന്നോട് സംസാരിച്ചു. എന്റെ ജീവിതത്തില് കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ നീക്കുപോക്ക് നൽകുന്ന കരവുമായി ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ഒരു ഉറപ്പ് എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ട്. എന്ത് വന്നാലും നീക്കുപോക്ക് നൽകി തരും. ഈ പ്രതിസന്ധിയിൽ ഒരു കരം, എന്നെ താങ്ങുന്ന ഒരു കരം, എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കരം എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ താഴ്ന്നു പോയില്ല. എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ജയിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. എന്റെ 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് എല്ലാ കാര്യങ്ങളും ഡിലേ ആയിട്ടാണ് ചെയ്തത്. ഓരോ ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം താമസിച്ചാണ് ചെയ്തത്. ഇന്ന് എന്റെ മകന് 22 വയസ്സുണ്ട്. പക്ഷെ ശരിയായ രീതിയിൽ സംസാരിക്കില്ല. ഒത്തിരി വളർത്തിക്കൊണ്ട് വളരെ ആ സാഹചര്യത്തിൽ കുറെ ഭാരങ്ങളും ഒക്കെ ഉണ്ടായി. എങ്കിലും അതെല്ലാം ചെയ്യാറുള്ള ദൈവകൃപ മാതാപിതാക്കളാകുന്ന ഞങ്ങൾക്ക് ദൈവമായ കർത്താവ് നൽകി തന്നു. ഞാനിങ്ങനെ ചിന്തിക്കും, എത്രയോ കുഞ്ഞുങ്ങൾ ബെഡ് റിഡനായി കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കുഞ്ഞിന് അവന് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള കഴിവ്, അല്പം സപ്പോർട്ട് വേണം എങ്കിലും അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള കഴിവ് ദൈവം അവന് കൊടുക്കുന്നുണ്ട്. എത്രയോ മാതാപിതാക്കന്മാർ എങ്ങനെ വേദനിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് അത്രമാത്രം വേദനകളൊന്നുമില്ല. എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം ഒന്നും തന്നിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന ദൈവം എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒന്നും തന്നിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ പഠിക്കുന്ന കാര്യത്തിലുള്ള ആ ഗ്രാഹ്യം ഇല്ല എങ്കിൽ തന്നെയും സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം അത് ഞങ്ങളോടൊപ്പം ഉണ്ട്. സന്തോഷമാണ്. എല്ലാ കാര്യങ്ങളും അറിയാം. അവൻ മൊബൈൽ ഫോൺ എടുത്തിട്ട് അവൻ കേൾക്കുന്നത് മുഴുവനും ദൈവവചനത്തിൽ പാട്ടുകളും പ്രസംഗങ്ങളും ഇതൊക്കെയാണ് അവൻ കാണുകയും കേട്ടുകൊണ്ടേക്ക് ഇരിക്കുന്നത്. അവൻ അതാണ് ഇഷ്ടം കൂടുതൽ. മറ്റുള്ള കാര്യങ്ങള് ഒന്നും അവന് അങ്ങനെ എന്തോ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിലുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൻ അതൊന്നും ഇഷ്ടമല്ല കേൾക്കുന്നത്. ഈ പാട്ടുകൾ മാത്രമാണ് കേൾക്കാനൊക്കെ ആത്മീയ കാര്യങ്ങളിലാണ് അവന് താല്പര്യം കൂടുതൽ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞങ്ങളോടൊപ്പം സന്തോഷത്തോടെ ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഈ സാഹചര്യങ്ങളിൽ എന്ത് വന്നാലും ദൈവം അറിയാതെ അല്ല ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നത്. അത് ദൈവം അറിഞ്ഞിട്ടത്രേ. ദൈവം കൂടെ ഉണ്ട്. അവനെ വളർത്തുവാനുള്ള ദൈവം, അങ്ങനെ ഒരു കുഞ്ഞിനെ ദൈവം തന്നുകൊണ്ട് അവനെ വളർത്തുവാനുള്ള ദൈവം തന്നിട്ടാണ് അവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവനെ ദൈവമായ കർത്താവ് പല അനർത്ഥങ്ങൾ സംഭവിക്കാമായിരുന്ന സമയം വെള്ളത്തിൽ വീഴുന്ന സമയങ്ങളുണ്ട്. വെള്ളത്തിലേക്ക് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ഇങ്ങനെ കമന്ന് വീഴുന്ന സമയങ്ങൾ സംഭവിച്ചു. എന്നാൽ ആ സമയത്ത് പെട്ടെന്ന് ഹസ്ബൻഡ് ചാടി ഇറങ്ങി കുഞ്ഞിനെ രക്ഷിച്ചു. വാഹനം തട്ടിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ഓരോ അസ്ഥി പോലും ഒഴിഞ്ഞു പോകാതെ ദൈവം അവനെ സൂക്ഷിച്ചിട്ടുണ്ട്.
ദൈവത്തിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ സ്വർഗത്തിലെ രോഗങ്ങൾ ന്യൂമോണിയ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പോയി കൂടിക്കിടന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ ഞാൻ ദൈവത്തോട് നിലവിളിക്കും. കർത്താവ് ഹല്ലേലൂയ പ്രാർത്ഥന കേട്ട് എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കി എന്നും ആരോഗ്യത്തോടെ ഹല്ലേലൂയ കുഞ്ഞ് ഞങ്ങളോട് ഒരുമിച്ചുണ്ട്. ഹല്ലേലൂയ അതിനുശേഷം എല്ലാം എൻ്റെ മകൻ 6 വയസ്സായപ്പോൾ ദൈവം എനിക്ക് മകളെ തന്നു. അവൾ ഇന്ന് +1 പഠിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇവിടെ മാതാപിതാക്കന്മാരുണ്ട്. അവരോട് ഒരുമിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നു. കർത്താവിന്റെ വേല ചെയ്യുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലും അതുപോലെ തന്നെ ദൈവം നൽകുന്ന അവസരങ്ങളിലൊക്കെ കർത്താവിന്റെ വചനവുമായി അവരങ്ങൾ കടന്നു പോവുകയും സാക്ഷ്യം കർത്താവിനെ ഉയർത്തുവാൻ കൂടുതലും ഞാൻ എൻ്റെ പിതാവിന്റെ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാറുള്ളത്. അത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നുണ്ട്. സുവിശേഷം ശക്തമായ യേശു കർത്താവിനെ കുറിച്ച് പറയുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. സ്തോത്രം. കർത്താവിന്റെ സാക്ഷിയാകണം, അതാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവമായ കർത്താവ് എനിക്ക് നൽകി തരുന്നുണ്ട്. ഇത്രത്തോളം ഹല്ലേലൂയ സ്തോത്രം ദൈവവചനത്തിലും നിലനിൽക്കുവാനൊക്കെ ദൈവമായ കർത്താവ് സഹായിച്ചു. രോഗങ്ങൾ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവനാണെങ്കിൽ ശാരീരികമായ ഹാർട്ടിൻ്റെതായ അല്പം പ്രയാസങ്ങൾ ഉണ്ട്. എന്നാൽ പലപ്പോഴും നെഞ്ചുവേദന വന്നു. ഒരു ദിവസം ഇങ്ങനെ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഈ പേഷ്യന്റിന് അറ്റാക്കാണ്, ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകാണെന്ന് പറഞ്ഞു. ഞാൻ തനിയേ ഉള്ളൂ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇതെന്താ സംഭവിക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ ദൈവമേ നീ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, എനിക്ക് ഇന്ന് നടുവ് നീക്കാൻ കൃപ തരണം. എന്താ സംഭവിക്കുന്നത്? ഡോക്ടേഴ്സ് പറയാം 1.5 ലക്ഷം രൂപയാണ് ഇതിന് ചിലവാകുന്നത്, അറ്റാക്കാണ്, ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോവുകയാണെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഭർത്തദാസനെ വിളിച്ചു. എൻ്റെ സഹോദരങ്ങളെ ആരെയല്ല, ദേവദാസനെ വിളിച്ചു. ദേവദാസൻ പറഞ്ഞു അവിടെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഡോക്ടേഴ്സിനോട് പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വയ്യ, ഒന്നും സംഭവിക്കത്തില്ല, കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഞാൻ കൊണ്ടുപോയത്. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അവരോട് പറഞ്ഞു റെഫർ ചെയ്യാൻ. ദേവദാസൻ തന്നെ അവരോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ICU ആംബുലൻസിൽ പ്രിയപ്പെട്ടനെ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ അറിയുന്നില്ല. എന്നോട് ചോദിക്കുക എന്ത് സംഭവിച്ചു എന്നോട് ചോദിക്കുക. ഞാൻ ഒത്തിരി സങ്കടത്തോടെ വാഹനത്തിലിരിക്കും. എനിക്കറിയില്ല, എന്റെ ശരീരം താഴ്ന്നു പോകുന്ന പോലെ തോന്നുവാണ്. അറ്റാക്കല്ല. അപ്പൊ എന്റെ റിസ്കിൽ ഞാൻ എഴുതി കൊടുത്തു, സൈൻ ചെയ്ത് മേടിച്ചിട്ടാണ് അവർ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നത്. നിങ്ങളുടെ റിസ്കിലാണ് കൊണ്ടുപോകുന്നത്, എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ എനിക്ക് ഒറ്റ ഒരു ഉറപ്പ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ട്. എന്റെ ദൈവം ദോഷമായിട്ടൊന്നും എന്നോട് ചെയ്യത്തില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ധൈര്യം ദൈവം നൽകി തന്നു. ഈ ഒരു കേൾക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഹസ്ബൻഡിന് ഇത് സംഭവിക്കാൻ പോകുന്നതോടൊപ്പം നമ്മൾ ഉടനെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിക്കുന്നതല്ലേ നമ്മൾ പറയാറുള്ളത്. പക്ഷെ ആ സമയത്ത് അത് പറയാനുള്ള ധൈര്യം എനിക്ക് കിട്ടുന്നില്ല. പറയണ്ട എന്നൊരു ധൈര്യം ദേവദാസൻ പറഞ്ഞു തന്നതുകൊണ്ടാണ് പറയണ്ട, നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ 1 മണിക്കൂറിനകം ഏകദേശം 20-30 മിനിറ്റിനകം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പെട്ടെന്ന് അവിടെ ചെന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് അവർ എക്കോ ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ ഒരു നീർക്കെട്ടിന്റെ പ്രയാസമാണ്, അത് വേരിയേഷൻ പോലെ കാണിച്ചതാണ്. ദൈവത്തിന്റെ കൃപയിൽ അന്ന് ഞങ്ങളെ അവിടെ അഡ്മിറ്റ് ആക്കിയില്ല. അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അവിടെ ആക്കി. ഒരു 24 മണിക്കൂർ അവിടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അത്രയും സമയങ്ങൾ മാത്രമേ അവിടെ കിടന്നുള്ളൂ. അവിടെ ചെന്നൊരു ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് നെഗറ്റീവായി കണ്ടു. ആ ടെസ്റ്റ് തന്നെ ഡോക്ടർ റീഡ് ചെയ്തു, അത് നെഗറ്റീവായി. അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ട ടെസ്റ്റ്, അത് നെഗറ്റീവ്. ഇതിന്റെ എല്ലാം പിന്നില് അർദ്ധരാത്രിയില് ഞങ്ങൾക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിച്ച ദൈവജനമുണ്ട്, ദൈവസഭയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവമക്കളുടെ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പത്രോസിന് വേണ്ടി ആമേൻ ദൈവജനം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ മറുപടി മുമ്പിൽ വന്ന് നിന്നിട്ടും അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കുവാൻ പോലും കഴിയില്ല. പത്രോസ് മുമ്പിൽ വന്ന് നിൽക്കുന്നതിട്ട് പോലും വിശ്വസിക്കുവാൻ പോലും കഴിയില്ല. അതേപോലെ ദൈവം അത്ഭുതം ചെയ്യുവാനിടെ. അതാണ് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുള്ളത്. എന്റെ പിന്നിൽ എനിക്ക് പറയാനുള്ളത്, ഏത് കഷ്ടതയിലും ദൈവജനത്തിന്റെ പ്രാർത്ഥന, നമ്മുടെ കണ്ണീരോടുള്ള പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എന്റെ ജീവിതാനുഭവത്തിൽ ഞാനത് വ്യക്തമായി അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് വരെ സ്വർഗത്തിലെ ദൈവം ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ കാര്യം ജീവിതത്തോട് കൂടെയുണ്ട്. ആമേ സ്നേഹിക്കുന്ന, കരുതുന്ന, ആമേ എന്ത് ദൈവത്തോട് ചോദിച്ചാലും ദൈവം നൽകിത്തരും. ഹല്ലേലൂയ. ഇന്നുവരെയും ദൈവമായ കർത്താവ് ഞങ്ങളെ നടത്തി അത്ഭുതകരമായി ദൈവം ഞങ്ങളെ നടത്തുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള നാളുകളിൽ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഫലം കായ്ച്ച് ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് ജീവിക്കാൻ എന്റെ പിതാവ് വെച്ചിട്ട് പോയിട്ടുള്ള മാതൃക പിന്തുടരണം.
അത് മാത്രമല്ല ചെറിയ ചില ആഗ്രഹങ്ങൾ കൂടെ ഒക്കെ ഉണ്ട്. കർത്താവിനെ സാക്ഷിക്കണം, ഞങ്ങൾ കർത്താവിനെ ഉയർത്തണം, ഏത് മേഖലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, അതാണ് ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. അതിനുള്ള അവസരങ്ങൾ കർത്താവ് നൽകി തരും. സ്തോത്രം. ഇത്രത്തോളം സമയം ദൈവസഭയില് സാക്ഷിയായിരിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. പ്രത്യേകിച്ച് ജോയ്സ് ടിവിയില് ഇവിടെ ഈ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ദൈവം ഇന്നൊരു അവസരം ഒരുക്കുന്ന പ്രിയ ആന്റിയോടുള്ള നന്ദി ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യേകിച്ച് പ്രാർത്ഥനയെ ചോദിക്കുന്നു. ആമേൻ. ഓക്കെ ബീന, കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, നല്ലൊരു പിതാവായിരുന്നു ബീനയുടെ. ഞാനും കൊച്ചിലെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതുവഴിയൊക്കെ സൈക്കിളിൽ ഒത്തിരി കാർഡ് ബോർഡിനകത്ത് ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ച് കടന്നു വന്ന ഒരു ഉദ്ദേശിച്ച് എനിക്ക് നല്ലതായിട്ട് അറിയാം. ആ ദേവദാസൻ്റെ മകളാണെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. അതിനിടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരൊക്കെ വിതച്ച വിത്തുകൾ അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ഇടയാക്കി തീർത്തല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലുള്ള ദൈവദാസന്മാരൊക്കെ വളരെ കുറവാണെന്ന്. ആമേൻ. കർത്താവ് ഓരോ സമയത്തും ഓരോരുത്തരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തലമുറകളാകുന്ന നിങ്ങളൊക്കെയും പിന്നെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ബീന. ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഒരു പ്രാവശ്യമുള്ള സന്നിധാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന ഈ വലിയ വേളയിൽ കർത്താവെ നമ്മുടെ സാക്ഷിയാകുവാൻ, അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ, ഞങ്ങളുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറഞ്ഞ ദൈവം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അങ്ങേ വർണ്ണിക്കുവാൻ ദൈവമായ കർത്താവ് എന്റെ ജീവിതത്തിൽ നൽകി തന്ന ഈ ഭാഗ്യമേറിയ അവസ്ഥയ്ക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. അടിമയോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ സഹായിലെ സാക്ഷികൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങനെയുള്ള വിശ്വാസം വർദ്ധിക്കുവാൻ, അങ്ങനെ കൂടുതലായി ആശ്രയിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുവാനുള്ള പരിശോധന ഘട്ടങ്ങളിലൊക്കെ കർത്താവെ വിട്ടുപിരിയാത്ത ദൈവത്തിന്റെ സ്നേഹം, കൈവിടാത്ത ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങളെ സഹായിച്ചു. ആ ദൈവമാണ് കർത്താവ് എല്ലാവരെയും സഹായിക്കുന്ന ദൈവമാണെന്ന് പിന്നെ ജീവിതങ്ങളെ അനുഭവിക്കാൻ കർത്താവ് സഹായിക്കുവാനാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുഖാന്തരമായി തീർന്ന ഈ ജോയ്സ് ടിവിയിലെ കർത്താവെ അങ്ങയുടെ ദാസിയാന്റെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതിനകത്തൂടെ കർത്താവ് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹമായി തീരട്ടെ. അനേകരുടെ സാക്ഷ്യങ്ങളാൽ അനേകർ കേൾക്കുന്നത് ജീവിതങ്ങൾക്ക് അത് വിടുതലായി, ആശ്വാസമായി, അനുഗ്രഹമായി, ആത്മിക വർധനവിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിലും തിരുനാമം മഹത്വം എടുക്കണം കർത്താവെ. അതിനെ താഴ്ത്തുന്നു. അവരുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്നു. സ്തോത്രം. യേശുവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ ബീന.